ഓണായി, റെക്കോർഡ് ഓണായി. ഗുഡ് ഓക്കെ മോർണിംഗ് സാർ. എവരിബഡി. വൺസ് അഗെയിൻ നമ്മൾ SCERT സീരീസിലെ അടുത്ത ക്ലാസ് നമ്മൾ ഇന്ന് 10th സോഷ്യൽ സ്റ്റഡീസിലെ 6ാമത്തെ അധ്യായം സമരവും സ്വാതന്ത്ര്യവും. അതിലെ ഒരു ഭാഗം ഇന്നലെ എടുത്തു, വലിയ ചാപ്റ്ററാണ്, 2ാമത്തെ ഭാഗമാണ് കേട്ടോ. ഇന്നലെ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്ന കാര്യങ്ങൾ ലാസ്റ്റ് നിസ്സഹകരണ പ്രസ്ഥാനം, ഖിലാഫത്ത് പ്രസ്ഥാനം, അതിനു മുമ്പായിട്ട് ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ അല്ലെ, അറിയാലോ, ചമ്പാരൻ ആണെങ്കിലും ഖേഡയാണെങ്കിലും അഹമ്മദാബാദ് ആണെങ്കിലും പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇന്ന് നമ്മൾ അതിന്റെ 2ാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് പൂർണ്ണ സ്വരാജ്, നിയമലംഘനം, ഉപ്പ് സത്യാഗ്രഹം, കോൺഗ്രസിന്റെ വകഭേദങ്ങൾ, സോഷ്യലിസ്റ്റ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒക്കെയാണ് കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നത് കേട്ടോ. നിരന്തരമായിട്ട് 10th, +2, ഡിഗ്രി ലെവലിൽ നിരന്തരമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഭാഗമാണ്. ഓക്കെ, വൺസ് അഗെയിൻ ലെറ്റ് us വെൽക്കം ടു ഓൾ ആൻഡ് വിഷ് യു ബെസ്റ്റ് സക്സസ് ഇൻ യുവർ ഫ്യൂച്ചർ. എല്ലാവർക്കും എല്ലാ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, സാർ, ഈ ടോപ്പിക്ക് നമുക്ക് LGS, LDC അതുപോലെ LPUP ഒക്കെ യൂസ് ചെയ്തൂടെ? പഠിക്കാൻ ആ സിലബസ് വരുന്ന ടോപ്പിക് അല്ലേ? എന്താണ്? അതായത് PS-ന്റെ എക്സാമിന് ഇപ്പൊ LCS-ന്റെ ബേസിക്സ് ഒക്കെ ഇത് ഈ ടോപ്പിക്ക് പഠിച്ചാൽ വരൂലേ? എല്ലാ PS-ക്ക് യൂസ്ഫുൾ അല്ലേ? ഓക്കെ സാർ. ഓക്കെ, നമ്മൾ ഇന്നലെ നിർത്തിവെച്ചത് കാര്യമായിട്ട് സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായിട്ട് ലാസ്റ്റ് പറഞ്ഞത് ചൗരി ചൗര സംഭവത്തോടെയാണ് മഹാത്മജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിയത്. ഇനി അതുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്ന മറ്റ് സംഭവവികാസങ്ങൾ നോക്കൂ. പൂർണ്ണ സ്വരാജും സിവിൽ നിയമ ലംഘനവും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ വഴിത്തിരിവായിരുന്നു 1929 ലാഹോറിൽ വെച്ച് ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം. പ്രസ്തുത സമ്മേളനത്തിൽ താഴെ പറയുന്ന തീരുമാനങ്ങൾ കൈക്കൊണ്ടു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അഥവാ സമ്പൂർണ്ണ സ്വാതന്ത്ര്യം ആണെന്ന് ഈ സമ്മേളനം പ്രഖ്യാപിച്ചു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘനം ആരംഭിക്കാൻ തീരുമാനിച്ചു. ബ്രിട്ടീഷുകാരുടെ ജനവിരുദ്ധമായ സിവിൽ നിയമങ്ങളെ ലംഘിക്കുക എന്നതായിരുന്നു ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഈ സമരത്തിന്റെ ഭാഗമായി ഗാന്ധിജി മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ എന്ന് പറഞ്ഞ അടുത്ത പേജ് കൊടുത്ത് നോക്കൂ. അപ്പോൾ ഇതിനകത്തുനിന്ന് 1929 ലാഹോറിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. അതുപോലെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏത്? 1929 ലാഹോർ സമ്മേളനം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘനം ആരംഭിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ഏത്? 1929 ലാഹോർ കോൺഗ്രസ്. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരുടെ നേതൃത്വത്തിലാണ്, ആരുടെ ലീഡർഷിപ്പിലാണ് ആരംഭിച്ചത്? ഗാന്ധിജിയുടെ ലീഡർഷിപ്പിൽ. അപ്പോൾ പൂർണ്ണ സ്വരാജ് അന്തിമ ലക്ഷ്യമാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം 1929 ലാഹോർ സമ്മേളനം. 1929 ലാഹോർ സമ്മേളനത്തിൽ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. ഇത്തരം പോയിന്റുകൾ കറക്റ്റ്
കറക്റ്റ് ആലോചിക്കുക. അതുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്ന കാര്യങ്ങൾ നോക്കൂ. ആദ്യം പറഞ്ഞിരിക്കുന്ന ഈ സംഭവം ഉണ്ടല്ലോ, 29 വർഷം. അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റു ആണ് അധ്യക്ഷത വഹിച്ചത്. അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണ്. ഗാന്ധിയുടെ കീഴിലാണ് നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചത്. അപ്പോൾ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി കംപ്ലീറ്റ് കാര്യങ്ങൾ പറയണം. വീണ്ടും വീണ്ടും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്. ഓക്കെ, ഇനി അപ്പോൾ ഒരിക്കൽ കൂടെ പറയാണ്, ലാഹോർ സമ്മേളനത്തെ പ്രത്യേകത. ലാഹോർ സമ്മേളനം, കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനം നടന്ന വർഷം 1929. അതിൽ ലാഹോർ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റു. ലാഹോർ സമ്മേളനത്തിലെ പ്രധാന പ്രഖ്യാപനമായിരുന്നു അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണ്. അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം 1929 ലാഹോർ സമ്മേളനം. അതിൽ അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റു. പിന്നെ സിവിൽ നിയമലംഘനം ആരംഭിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം. അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെടുത്തി വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ള ടെക്സ്റ്റ് പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്കറിയുന്ന പ്രധാനപ്പെട്ട കാര്യം, 1930 ജനുവരി 26 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിലെ ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാൻ തീരുമാനിച്ചതും ഈ സമ്മേളനത്തിലാണ് കേട്ടോ. 1930 ജനുവരി 26 ഇന്ത്യയിലെ ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനമായിട്ട് INC അഥവാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനിച്ചതും 1929 ലാഹോർ സമ്മേളനത്തിലാണ്. അപ്പോൾ തുരുതരാ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ഫീൽഡാണ് എന്ന് കരുതി പ്രത്യേകമായിട്ട് ചോദ്യങ്ങൾ നോട്ട് ചെയ്യട്ടോ. ഓക്കെ, ഇനി നോക്കൂ, നെക്സ്റ്റ് പറയുന്നത് ഏതെല്ലാം ആവശ്യങ്ങളാണ് മഹാത്മജി മുന്നോട്ട് വെച്ചത്? ഉപ്പ് നികുതി എടുത്തു കളയുക. ഉപ്പ് നികുതി എടുത്തു കളയുകയാണ് ഒന്നാമത്തേത്. ഉപ്പ് നികുതി എടുത്തു കളയുക, അതായത് ഉപ്പ് നികുതി എടുത്തു കളയുക ഒന്നാമത്തേത്. രണ്ടാമത്തേത് കൃഷിക്കാർക്ക് 50% നികുതി ഇളവ് നൽകുക. 3 വിദേശ വസ്ത്രങ്ങളുടെ ഇറക്കുമതിക്ക് ചുമത്തുന്ന നികുതി വർദ്ധിപ്പിക്കുക. 4 രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക. 5 സൈനിക ചെലവും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളവും വെട്ടിക്കുറയ്ക്കുക. ഇന്ത്യക്കാരെ നിരീക്ഷിക്കുന്നതിനായി നിയോഗിച്ചിട്ടുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തെ പിരിച്ചുവിടുക. ഇത്തരം കംപ്ലീറ്റ് കാര്യങ്ങൾ ഗാന്ധിജി ബ്രിട്ടീഷുകാർക്ക് മുമ്പിൽ വെച്ചു. പിന്നെ തീരദേശ കപ്പൽ ഗതാഗതം ആരംഭിക്കുക. സമ്പൂർണ്ണ മദ്യ നിരോധനം നടപ്പിലാക്കുക. സാധാരണക്കാരുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഗാന്ധിജി അന്ന് ബ്രിട്ടീഷുകാർക്ക് മുമ്പിൽ വെച്ച കംപ്ലീറ്റ് സംഭവങ്ങളൊക്കെ. ഏറ്റവും പ്രധാനം ഉപ്പ് എന്ന് പറയുന്നത് സാധാരണക്കാരെ ഏറ്റവും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഉപ്പ്. അപ്പൊ ഉപ്പിന് വേണ്ടി പ്രത്യേകമായിട്ട് നികുതി ചുമത്തി എന്നുള്ളത്. അതായത് താഴെ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഗാന്ധിജി ഏറ്റവും വലിയ ഗാന്ധി സമരായുധമായി തെരഞ്ഞെടുത്തത്. അതായത് ഈ പറഞ്ഞ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഒരു പ്രധാന സമരായുധമായിട്ട് ഗാന്ധിജി ഗാന്ധി തെരഞ്ഞെടുത്തത് ഉപ്പാണ്. എന്തുകൊണ്ട് ഉപ്പ് ഗാന്ധിജി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധമായി സെലക്ട് ചെയ്തു എന്ന് താഴെ പറയുന്നു. ഉപ്പ് സമരായുധമായി തെരഞ്ഞെടുക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തായിരുന്നു? 1, ബ്രിട്ടീഷ് സർക്കാരിന്റെ നികുതി വരുമാനത്തിന്റെ 2/5 ഭാഗവും ഉപ്പിന്മേൽ ചുമത്തുന്ന നികുതിയായിരുന്നു. ബ്രിട്ടീഷ് സർക്കാരിന്റെ നികുതി വരുമാനത്തിന്റെ എത്ര ഭാഗം? ആകെ 2/5 ഭാഗം. അപ്പോൾ അതൊരു ഘടകം. അത് ഉപ്പിന്റെ മേൽ ചുമത്തുന്ന നികുതിയാണ്. ദരിദ്രർക്ക് ഈ നികുതി വലിയ ഭാരമായിരുന്നു. തദ്ദേശീയരായ ചെറുകിട ഉൽപാദകർക്ക് മേൽ ഉപ്പുണ്ടാക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തി ഉപ്പിന്റെ വില 10 മടങ്ങ് വർദ്ധിച്ചു. സാധാരണക്കാരെ ഉണർത്താൻ ഉതകുന്ന മുദ്രാവാക്യമായിരുന്നു ഉപ്പ് നികുതി എടുത്തു കളയുക. സാധാരണക്കാരെ ഉണർത്താൻ ഉതകുന്ന മുദ്രാവാക്യം. അതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഉപ്പ് സമരായുധമായിട്ട് എന്തുകൊണ്ട് ഗാന്ധിജി, 1 പോയിന്റ് ആലോചിക്കുക മക്കള്.
ബ്രിട്ടീഷ് സർക്കാരിന്റെ ആകെയുള്ള നികുതി വരുമാനത്തിന്റെ എത്ര ഭാഗം? 1/5 1/5 1/5 ഉപ്പിന്റെ മേൽ ചുമത്തുന്ന നികുതിയാണ്. അത് സ്വാഭാവികമായിട്ടും ദരിദ്രർക്ക് വലിയ ഭാരമാണ്. ദരിദ്രർക്ക് വലിയ ഭാരമായതുകൊണ്ടാണ് ഗാന്ധിജി ഉപ്പിന്റെ മേൽ ചുമത്തുന്ന നികുതി, ഉപ്പ് നികുതി ഏറ്റവും ഉപ്പിന്റെ മേൽ ചുമത്തുന്ന നികുതി അഥവാ ഉപ്പ് ഒരു വലിയ സമരായുധമായി സെലക്ട് ചെയ്തത്. ഉപ്പിന്റെ വില വർദ്ധിച്ചു, സാധാരണക്കാരുടെ ജീവിതം വളരെയധികം ദുരിതപൂർണമായി. അപ്പോൾ ആ ഒരു പോയിന്റിൽ ഒരുപക്ഷെ എത്ര ശതമാനം നികുതി ചുമത്താം? 1/5 നികുതി. അപ്പൊ മാത്രമല്ല, എന്താണ് ഗാന്ധിജി, അപ്പൊ ഓരോ പോയിന്റുകൾ ആലോചിക്കാം. വൺ വേർഡ് ആയിട്ട് ചോദിക്കും. ഗാന്ധിജിയെ സമരായുധമായിട്ട് ഉപ്പ് തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്ന് പറയുന്നതിൽ പോയിന്റുകൾ ആലോചിക്കട്ടോ. നോക്കൂ, ഇതിന്റെ ഭാഗമായിട്ട് ഈ സിവിൽ നിയമലംഘന സമരത്തിന്റെ ഭാഗമായിട്ട് രാജ്യത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ ഉപ്പ് സത്യാഗ്രഹങ്ങൾ നടന്നു. സിവിൽ അതിന്റെ ഭാഗമായിട്ട് ഉപ്പ് നിയമലംഘനം നടന്നു. അതായത് അതിൽ നടന്ന സംഭവം ഒന്ന് കേരളത്തില് പയ്യന്നൂര്, തമിഴ്നാടിലെ വേദാരണ്യം, മഹാരാഷ്ട്രയിലെ ബോംബെ, ബംഗാളിലെ നവഖാലി, വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രദേശങ്ങൾ. അതായത് സിവിൽ നിയമലംഘന സമരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളായിട്ട് പറയുന്നത്, സിവിൽ നിയമ ലംഘന സമരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങൾ നോട്ട് ചെയ്തോളൂ. കേരളത്തിലെ പയ്യന്നൂർ, തമിഴ്നാട്ടിലെ വേദാരണ്യം, കേരളത്തിലെ പയ്യന്നൂർ, തമിഴ്നാട്ടിലെ വേദാരണ്യം, മഹാരാഷ്ട്രയിലെ ബോംബെ, ബംഗാളിലെ നവഖാലി, അതുപോലെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രദേശങ്ങൾ. ഈ 5 കേന്ദ്രങ്ങളിലാണ് രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട നിയമലംഘന സമരത്തിന്റെ കേന്ദ്രങ്ങളായത്. കേരളത്തിലുള്ളത് പയ്യന്നൂരാണ് കേട്ടോ. ഓക്കെ, ഇനി താഴെ ഗാന്ധിജിയുടെ കോഡ്സ് പറയുന്നുണ്ട്. 7 ലക്ഷം ഗ്രാമങ്ങളിലെ 10 പേർ വീതം ഉപ്പ് കുറുക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഈ സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങൾക്ക് ഊഹിക്കാവുന്നതിൽ ഏറ്റവും നീചനായ സ്വേച്ഛാധിപതി പോലും സമാധാനപരമായി നിയമം ലംഘിക്കുന്ന ജനതയെ പീരങ്കി കൊണ്ട് നേരിടാൻ ഊറ്റം കാണിക്കുകയില്ല. നിങ്ങൾ ഒരല്പം സ്വയം മാറാൻ തയ്യാറായാൽ നമുക്ക് ഈ സർക്കാരിനെ കുറഞ്ഞ സമയം കൊണ്ട് ക്ഷീണിപ്പിക്കാൻ കഴിയുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. പുതിയ ക്വസ്റ്റ്യനിലൊക്കെ കോഡ്സ് പ്രത്യേകമായിട്ട് ഓരോരുത്തരുടെ ഉദ്ധരണി, ഓരോരുത്തരുടെ വാചകം ചോദിക്കാറുണ്ട്. ഇത് ഗാന്ധിജി പറഞ്ഞ വാചകമാണ്. അപ്പോൾ 7 ലക്ഷം ഗ്രാമങ്ങൾ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 7 ലക്ഷം ഗ്രാമങ്ങളിൽ 10 പേർ വീതം ഉപ്പ് കുറുക്കാൻ, എല്ലാവരും ഉപ്പ് കുറുക്കൽ ആർക്കും അവകാശമില്ല, പക്ഷെ നിയമം ലംഘിക്കാം. അങ്ങനെയാണെങ്കിൽ സർക്കാർ എന്ത് ചെയ്യാൻ കഴിയും? ഈ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ് ഗാന്ധിജിയുടെ വാക്കുകളാണ്, രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ വാക്കുകളാണ്, സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഉപ്പ് കുറുക്കലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കേട്ടോ. ഓക്കെ, ഇനി നോക്കൂ, ഇതിന്റെ അടുത്ത പടിയായിട്ട് ഗാന്ധിജിയുടെ ആഹ്വാനം ഏറ്റെടുത്ത ജനങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഉപ്പ് കുറുക്കി നിയമലംഘനത്തിൽ പങ്കാളികളായി. അതിൽ ആ പോയിന്റ് ആലോചിക്കുക. ആ പോയിന്റ് പറഞ്ഞിരിക്കുന്നു. ഒന്ന്, കേരളത്തിലെ പയ്യന്നൂർ, തമിഴ്നാട്ടിലെ വേദാരണ്യം, മഹാരാഷ്ട്രയിലെ ബോംബെ, ബംഗാളിലെ നവഖാലി, വടക്ക് പടിഞ്ഞാറൻ പ്രദേശം, തൊട്ടു മുന്നേ പറഞ്ഞ ഓർമ്മണ്ടല്ലോ, തുടങ്ങിയവ നിയമലംഘന സമരത്തിന്റെ പ്രധാന കേന്ദ്രമായി. അപ്പോൾ നിയമലംഘന സമരത്തിന്റെ കേരളത്തിലെ കേന്ദ്രം എന്ന് പറയുന്നത് പയ്യന്നൂർ, തമിഴ്നാട്ടിലെ വേദാരണ്യം, മഹാരാഷ്ട്രയില് ബോംബെ, ബംഗാളിലാവട്ടെ നവഖാലി, വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രദേശം. അങ്ങനെ 5 പ്രധാന കേന്ദ്രങ്ങളായിരുന്നു സിവിൽ നിയമലംഘന സമരത്തിന്റെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളായി മാറിയത്. കേരളത്തിൽ പയ്യന്നൂർ. ഇവിടങ്ങളിൽ സമര വളണ്ടിയർമാർ ഉപ്പുണ്ടാക്കി ജനങ്ങൾക്ക് വിതരണം ചെയ്യുകയും ദേശീയ പതാക ഉയർത്തുകയും ബ്രിട്ടീഷ് വിരുദ്ധ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. ഗുജറാത്തിലെ ധരാസന ഉപ്പ് നിർമ്മാണ ശാലയിലേക്ക് സരോജിനി നായിഡുവിന്റെ
നേതൃത്വത്തിൽ പുറപ്പെട്ട സത്യാഗ്രഹികളെ വളരെ ക്രൂരമായ രീതിയിൽ ബ്രിട്ടീഷ് സൈന്യം അവരെ നേരിട്ടു എന്നാണ്. അപ്പോൾ 5 ബംഗാളിലെ ഗുജറാത്തിലെ ധരാസന ഉപ്പ് നിർമ്മാണശാല അവിടേക്ക് സമരം നയിച്ചത് സരോജിനി നായിഡു ആണ് അവിടേക്ക് ഇത് നയിച്ചത്. ഓക്കെ, ആ ഒരു സംഭവം ആലോചിക്കുക. നേതാവ് ധരാസന ഉപ്പ് നിർമ്മാണശാലയിലേക്ക് നയിച്ച സത്യാഗ്രഹത്തിന്റെ നേതാവ് സരോജിനി നായിഡു. ഗുജറാത്തിലെ ധരാസന ഉപ്പ് നിർമ്മാണശാലയിലേക്ക് പുറപ്പെട്ട അവിടെ നടന്ന സിവിൽ നിയമലംഘന സമരത്തിന്റെ നേതൃത്വം ആർക്കായിരുന്നു? അത് സരോജിനി നായിഡു. ധരാസന എവിടെയാണ്? ഗുജറാത്തിൽ. നേരത്തെ നമ്മൾ പറഞ്ഞ അതല്ല, ഇത് നേരത്തെ പറഞ്ഞ പ്രധാന കേന്ദ്രങ്ങളല്ല. പ്രധാന കേന്ദ്രം കേരളത്തിലെ പയ്യന്നൂരും തമിഴ്നാട്ടിലെ വേദാരണ്യം, പിന്നെ പറയൂ മഹാരാഷ്ട്രയിലെ ബോംബെ, ബംഗാൾ നവഖാലിയാണല്ലോ. ഇതിന് പുറമെയാണ് ധരാസന ഉപ്പ് നിർമ്മാണശാലയിലേക്ക് നടന്ന ആ ഒരു സത്യാഗ്രഹത്തിന്റെ അവിടെ നടന്ന സമരത്തിന് നേതൃത്വം വഹിച്ചത് സരോജിനി നായിഡു ആണ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ സിവിൽ നിയമലംഘന സമരം അത് ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ്? എവിടെ തീരുമാനിച്ചത്? 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിലാണ്. സിവിൽ നിയമലംഘന സമരത്തിന്റെ ഭാഗമായിരുന്നു ഈ ഉപ്പുകുറുക്കൽ കേട്ടോ. ഓക്കെ, ഇനി താഴെ നോക്കൂ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെടുത്തി ധരാസന ഉപ്പ് നിർമ്മാണശാലയിലേക്ക് നടന്ന അവിടെ ധരാസന ഉപ്പ് നിർമ്മാണശാലയിൽ നടന്ന സത്യാഗ്രഹം, അവിടുത്തെ സമരത്തിന്റെ നേതൃത്വം ലീഡർഷിപ്പ് ആരായിരുന്നു? സരോജിനി നായിഡു. ധരാസന എവിടെയാണ്? ഗുജറാത്തിൽ. ഓക്കെ, രാജ്യത്തെ 5 പ്രധാനപ്പെട്ട നിയമലംഘന സമര കേന്ദ്രങ്ങൾ കേരളത്തിൽ പയ്യന്നൂർ, തമിഴ്നാട്ടിൽ വേദാരണ്യം, മഹാരാഷ്ട്രയിൽ ബോംബെ, ബംഗാളിൽ നവഖാലി, അതുപോലെ തന്നെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രദേശം. പോയിന്റുകൾ പ്രത്യേകമായിട്ട് ആലോചിക്കണേ. ഓക്കെ, ഇനി നോക്കൂ. അടുത്തത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെടുത്തി ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക. ഇതാ ഒരു മന്ത്രം, ഒരു കൊച്ചു മന്ത്രം ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങളുടെ ഓരോ ശ്വാസവും അതിന് ആവിഷ്കാരം നൽകണം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. നാം ഒന്നുകിൽ ഇന്ത്യയെ സ്വതന്ത്രമാക്കും, അല്ലെങ്കിൽ ആ ശ്രമത്തിൽ മരിക്കും. നാം നമ്മുടെ അടിമത്തം തുടരുന്നത് കാണാൻ ജീവിച്ചിരിക്കില്ല. അതായത് ഈ ഒരു പ്രഖ്യാപനം, ഗാന്ധിജിയുടെ ഈ പ്രഖ്യാപനം 1942 ഓഗസ്റ്റ് 8 ബോംബെയിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ഗാന്ധിജി ജനങ്ങളോട് പറഞ്ഞ വാക്കുകളാണിത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഗാന്ധിജി ആദ്യമായിട്ട് ബ്രിട്ടീഷ് സർക്കാരിനെതിരെ പോരാടിയത് ഏതാണ്? അത് ഖേഡയിലെ കർഷക സമരമായിരുന്നു. ഇവിടെ കോൺഗ്രസിന്റെ കീഴിൽ ഗാന്ധിജി അവസാനമായിട്ട് വന്നത് ഈ പറഞ്ഞ ക്വിറ്റ് ഇന്ത്യ സമരമാണ്. കോൺഗ്രസിന്റെ കീഴിൽ ഗാന്ധിജി ആദ്യമായിട്ട് നടത്തിയ ദേശീയ പ്രക്ഷോഭം ഏതാണ്? അത് നിസ്സഹകരണ സമരം. കേട്ടല്ലോ, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമായി നടത്തിയ സമരമാണ് നിസ്സഹകരണ സമരം. അവസാനമായി നടത്തിയതാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ വേദിയായ അതിന് തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം 1942 ഓഗസ്റ്റ് 8. അപ്പോൾ കോൺഗ്രസിന്റെ കീഴിൽ, ഗാന്ധിയുടെ കീഴിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരംഭിച്ച ആദ്യത്തെ പ്രക്ഷോഭം നിസ്സഹകരണ സമരം. ലാസ്റ്റത്തത് ക്വിറ്റ് ഇന്ത്യ സമരം. അത് തീരുമാനിച്ച വർഷം 1942 ഓഗസ്റ്റ് 8. ആ ഒരു സമ്മേളനത്തിൽ ഗാന്ധിജി പറഞ്ഞ വാക്കുകളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ,
ആ ഒരു പോയിന്റ് പ്രത്യേകം ആലോചിക്കുക. 42.8 INCയുടെ ഗാന്ധിജിയുടെ കീഴിൽ INC അഥവാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ അവസാന ബഹുജന സമരമാണ്. അവസാനത്തെ ബഹുജന സമരമാണ്. അവസാന ബഹുജന സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കൂ, അതുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്ന മറ്റൊരു സംഭവം എന്ന് പറയുന്നത് സിവിൽ നിയമലംഘന സമരം പോലെ തന്നെ ജനകീയമായ മറ്റൊരു സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. എല്ലാ അധികാരങ്ങളും ഇന്ത്യക്ക് കൈമാറി ഇന്ത്യ വിടാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിക്കുന്ന അഹിംസയിലൂന്നിയ ഒരു സമരമാണ് ഇതിലൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിഭാവനം ചെയ്തത്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് കാരണമായ ചില ഘടകങ്ങൾ പരിശോധിക്കാം. ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ കാണിച്ച വൈമനസ്യം, വിലക്കയറ്റവും ക്ഷാമവും മൂലമുള്ള ജനങ്ങളുടെ അതൃപ്തി, രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ പരാജയപ്പെടുമെന്ന തോന്നൽ, അതായത് പറഞ്ഞു വന്നത് ഗാന്ധിജിയുടെ കീഴിൽ കോൺഗ്രസ് ആരംഭിച്ച ലാസ്റ്റ് പ്രക്ഷോഭത്തെ കുറിച്ചാണ് അല്ലെ. നോക്കൂ, അതിനകത്ത് വന്നത് ഈ സിവിൽ നിയമലംഘന സമരം പോലെ തന്നെ സിവിൽ നിയമലംഘന സമരം എത്രത്തോളം ജനകീയമായി ജനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് രാജ്യത്തെമ്പാടും സിവിൽ നിയമലംഘന സമരം നടന്നു. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ജനകീയ സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. അതിന് എല്ലാ അധികാരങ്ങളും ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ഓർമ്മയുണ്ടല്ലോ, 1900 അതുമായിട്ട് ബന്ധപ്പെട്ട് അറിയാലോ, 1942 ഓഗസ്റ്റ് 8 സംഭവം നടന്നത്. സമ്മേളനം നടന്ന ഒരു സ്ഥലം ബോംബെ ആണ്. എല്ലാ അധികാരങ്ങളും ഇന്ത്യക്ക് കൈമാറിക്കൊണ്ട് ഇന്ത്യ വിടാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിക്കുന്ന അഹിംസയിലൂന്നിയ സമരം. ഗാന്ധിയുടെ സമരം എപ്പോഴും അഹിംസയിലൂന്നിയതാണ്. ഇനി ഈ സമരത്തിലൂടെ അല്ലെങ്കിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് കാരണമായ ഘടകങ്ങൾ ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് ആദ്യം കാണുന്ന കാഴ്ച ഇന്ത്യയിലെ ഭരണഘടനാ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ബ്രിട്ടൻ കാണിച്ച വൈമനസ്യം. അടുത്ത് നോക്കൂ, വിലക്കയറ്റവും ക്ഷാമവും മൂലമുള്ള ജനങ്ങളുടെ അതൃപ്തി, രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ പരാജയപ്പെടും എന്ന തോന്നൽ. ഈ 3 കാരണങ്ങളാണ് പ്രധാനമായിട്ടും ക്വിറ്റ് ഇന്ത്യ സമരത്തിന് പശ്ചാത്തലമായത്. അതില് ഈ വിലക്കയറ്റം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ബാധകമായ സാധാരണക്കാർക്ക് ഏറ്റവും പ്രശ്നമാണ്. അത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ, അന്ന് രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന സമയമാണ് 1942 കാലഘട്ടം എന്ന് പറയുന്നത്. അതിലും ബ്രിട്ടൻ പരാജയപ്പെടുമോ എന്ന ഭീതി ഉണ്ട്, അതും ഒരു ഘടകമാണ്. ഇപ്പൊ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ പരാജയപ്പെടുമെന്ന തോന്നൽ ഏതിന് കാരണമാണ്? ക്വിറ്റ് ഇന്ത്യ സമരത്തിന് കാരണമാണ്. അതുപോലെ തന്നെ വിലക്കയറ്റം. ഇനി ഈ സമരത്തിന്റെ ഭാഗമായിട്ട് അഥവാ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായിട്ട് ഗാന്ധിജി ജനങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങൾ, അതായത് 1, നാട്ടുരാജാക്കന്മാർ സ്വന്തം ജനങ്ങളുടെ പരമാധികാരം അംഗീകരിക്കണം. കർഷകർ ഭൂനികുതി കൊടുക്കാൻ കൂട്ടാക്കരുത്. സർക്കാർ ജീവനക്കാർ രാജിവെക്കാതെ ദേശീയ പ്രസ്ഥാനത്തോടുള്ള കൂറ് പരസ്യമാക്കണം. പട്ടാളക്കാർ സ്ഥാനങ്ങൾ വെടിയാതെ സ്വന്തം ആൾക്കാർക്ക് നേരെ വെടിവെക്കാൻ വിസമ്മതിക്കണം. സ്വാതന്ത്ര്യം വരെ പിടിച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ വിദ്യാർത്ഥികൾ പഠനം ഉപേക്ഷിക്കണം. സ്വതന്ത്രപ്രാപ്തി വരെ പിടിച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ വിദ്യാർത്ഥികൾ പഠനം ഉപേക്ഷിക്കണം. അതായത് തികച്ചും അഹിംസ അധിഷ്ഠിതമായിട്ടുള്ള മുദ്രാവാക്യം. അതില് ജനങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശമാണ്, ഒരിക്കലും നാട്ടുരാജാക്കന്മാർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിക്കാതെ സ്വന്തം ജനങ്ങളുടെ പരമാധികാരം അവർ അംഗീകരിക്കണം. കർഷകര്
ബ്രിട്ടീഷ് സർക്കാരിന് കൊടുക്കേണ്ട ഭൂനികുതി കൊടുക്കാൻ കൂട്ടാക്കരുത്. ഇതെല്ലാം എന്തിന്റെ ഭാഗമാണ്? ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായിട്ടാണ്. സർക്കാർ ജീവനക്കാര് ഒരിക്കലും രാജിവെക്കരുത്, അവർ സർവീസിൽ നിന്ന് പോരരുത്, മറിച്ച് ദേശീയ പ്രസ്ഥാനത്തോടുള്ള കൂറ് അവര് പരസ്യമായിട്ട് കാണിക്കണം. പട്ടാളക്കാർ സ്ഥാനങ്ങൾ വെടിയാതെ സ്വന്തം ആൾക്കാർക്ക് നേരെ വെടിവെക്കാൻ വിസമ്മതിക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതെല്ലാം ഏതിന്റെ ഭാഗമാണ്? ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ പശ്ചാത്തലമായ കോൺഗ്രസ് സമ്മേളനം 1942 ഓഗസ്റ്റ് 8 ബോംബെയിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനം. അതിന്റെ പ്രത്യേകത, അതിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് പുറമെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ, ഗാന്ധിയുടെ ലീഡർഷിപ്പിൽ കോൺഗ്രസ് നടത്തിയ അവസാന ബഹുജന സമരമാണ്. ഗാന്ധിജിയുടെ ലീഡർഷിപ്പിൽ കോൺഗ്രസ് നടത്തിയ അവസാനത്തെ ബഹുജന സമരമായിരുന്നു ഏത്? ക്വിറ്റ് ഇന്ത്യ സമ്മേളനം. അതിന്റെ ഭാഗമായിട്ട് ഗാന്ധിജി ജനങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി നോക്കൂ, ഇതില് നെക്സ്റ്റ് പറയുന്ന സംഗതി, ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തില് ഗാന്ധിജി അടക്കമുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്ത ബ്രിട്ടീഷ് സർക്കാർ പ്രക്ഷോഭത്തെ ക്രൂരമായി നേരിട്ടു. അക്രമാസക്തരായ ജനങ്ങൾ പലയിടങ്ങളിലും ഗവൺമെന്റ് കെട്ടിടങ്ങളൊക്കെ തകർത്തു പറയുന്നുണ്ട്. അപ്പോൾ 1942 അവസാനിക്കുമ്പോൾ ഇന്ത്യയാകെ സമരത്തിന്റെ തീച്ചൂള. സ്വാതന്ത്ര്യം നേടാനുള്ള ഇന്ത്യൻ ജനതയുടെ നിശ്ചയദാർഢ്യത്തിനുള്ള തെളിവായിരുന്നു ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആ കാലത്ത്. അപ്പോൾ ആ ഒരു പോയിന്റ്, ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങിയ വർഷം 1942 കഴിഞ്ഞ ആ വർഷം തന്നെ കഴിഞ്ഞു. 1942 ഓഗസ്റ്റ് 8 തുടങ്ങിയത്. 1942 തന്നെ കഴിഞ്ഞു. അത് അവസാനിക്കുമ്പോൾ ശരിക്കും സ്വാതന്ത്ര്യം നേടാനുള്ള ഇന്ത്യൻ ജനതയുടെ നിശ്ചയദാർഢ്യത്തിനുള്ള ഒരു തെളിവാണ് ഏത്? ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം 1942 ഓഗസ്റ്റ് 8 ഓക്കെ, ഗാന്ധിജിയുടെ കീഴിൽ INC തുടങ്ങിയ അവസാന ബഹുജന സമരം തീർച്ചയായിട്ടും ബ്രിട്ടീഷ് സർക്കാരിനെതിരെയുള്ള ഒരു പ്രതിഷേധത്തിന്റെ അലകടലായിട്ട് മാറി. പോയിന്റ് ആലോചിക്കുക, 1942 ആണ് രണ്ട് തുടങ്ങിയതും കഴിഞ്ഞതും രണ്ടും 1942 ആണ് കേട്ടോ. ഇനി നോക്കൂ, അടുത്തത് ഇനി നമ്മൾ പറയുന്നത് നോക്കൂ, ഇങ്ങനെ ഗാന്ധിജിയുടെ കീഴിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ആ പോയിന്റ് ആലോചിക്കുക, എന്നാണ് നിസ്സഹകരണ സമരം പിൻവലിക്കാനുള്ള കാരണം ചൗരി ചൗര സംഭവമായിരുന്നു. അറിയാലോ, ചൗരി ചൗര സംഭവം നടന്ന എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. അതായത് ഉത്തർപ്രദേശിലെ ചൗരി ചൗര പോലീസ് സ്റ്റേഷനിൽ ആക്രമണം ഉണ്ടായപ്പോൾ അതിൽ മനം എടുത്തുകൊണ്ട് ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിച്ചു. ഇനി നോക്കൂ, ഇനി വേറൊരു സംഭവമാണ്. അതായത് ഗാന്ധിജിയുടെ ലീഡർഷിപ്പിൽ അതൃപ്തരായ വിഭാഗത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഒരുപാട് പോയിന്റുകളുണ്ട്. പൊതുജന വികാരം അതിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ പിന്മാറ്റത്തിന്റെ കാഹളം പുറപ്പെടുവിക്കുന്നത് ഒരു ദേശീയ ദുരന്തത്തിൽ കുറഞ്ഞ് മറ്റൊന്നുമല്ല. മഹാത്മയുടെ പ്രധാന കൂട്ടാളികളായ ദേശബന്ധു CR ദാസ്, മോത്തിലാൽ നെഹ്റു, ലാലാ ലജ്പത് റായ്, പിന്നെ ഞാനും ജയിലിൽ വെച്ച് പൊതുജനങ്ങളുടെ പ്രതിഷേധത്തോടൊപ്പം ചേർന്നു. മഹാത്മാഗാന്ധിയുടെ ഈ പിന്മാറ്റത്തിൽ ദുഃഖിതനും രോഷാകുലനുമായ ദേശബന്ധുവിനെയാണ് ഞാൻ ജയിലിൽ വെച്ച് കണ്ടത്. ദേശബന്ധു എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ട് അറിയാലോ, ദേശബന്ധു CR ദാസ് ആണ്. ഓക്കെ, അതായത് ഈ സംഭവം, അതായത് ഈ ചൗരി ചൗര സംഭവത്തെ തുടർന്ന് നിസ്സഹകരണ പ്രസ്ഥാനം അത് പിൻവലിച്ചത് പ്രധാനപ്പെട്ട പല നേതാക്കന്മാരിലും ഒരുപാട് ബുദ്ധിമുട്ടും മാനസികമായ സംഘർഷം ഉണ്ടാക്കി. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട നേതാവായിരുന്നു ആര്? സുഭാഷ് ചന്ദ്രബോസ്. അപ്പൊ ഈ ഒരു കോട്സ് ആരുടെ വാക്കുകളാണ്? സുഭാഷ് ചന്ദ്രബോസിന്റെ വാക്കുകളാണ് കേട്ടോ. നോക്കൂ, ചൗരി ചൗര സംഭവത്തെ തുടർന്ന്
ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിച്ചതിനെ തുടർന്ന് സുഭാഷ് ചന്ദ്രബോസിന്റെ എതിരായ സുഭാഷ് ചന്ദ്രബോസിന്റെ വാക്കുകളാണിവ. ഇത്തരത്തിൽ ഗാന്ധിയൻ സമര രീതികളിൽ നിന്നും ആശയങ്ങളിൽ നിന്നും വ്യത്യസ്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്ന പ്രസ്ഥാനങ്ങളും വ്യക്തികളും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായക പങ്ക് വഹിച്ചിരുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം തന്നെയായിരുന്നു അവരുടെയും ലക്ഷ്യം. അപ്പോൾ ഇങ്ങനെ ചൗരി ചൗര സംഭവം തുടർന്നു. ഗാന്ധി പിൻവലിച്ചതിൽ മുറിവേറ്റ ഒരുപാട് മനസ്സുകളിൽ പ്രധാനപ്പെട്ട നേതാവായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. ഇനി നോക്കൂ, അതിന്റെ അടുത്ത പാരഗ്രാഫിൽ ഒരുപാട് വൺവേഡുകൾ ഉണ്ട്. അതായത് നോക്കൂ, പറഞ്ഞത് ഗാന്ധിജിയുടെ ബഹിഷ്കരണ രീതി എതിർത്ത CR ദാസ്, മോത്തിലാൽ നെഹ്റു എന്നിവർ 1923 സ്വരാജ് പാർട്ടിക്ക് ജന്മം നൽകി. സ്വരാജ് പാർട്ടിക്ക് ജന്മം നൽകിയ ആരൊക്കെയാണ്? ഒന്ന് CR ദാസ്. ആരാണ്? ഒന്ന് CR ദാസ്, അതുപോലെ തന്നെ മോത്തിലാൽ നെഹ്റു. CR ദാസ്, അതുപോലെ തന്നെ മോത്തിലാൽ നെഹ്റു, ഇവരാണ് ഏത് രൂപം നൽകിയത്? സ്വരാജ് പാർട്ടി. സ്വരാജ് പാർട്ടിക്ക് വർഷം 1923. സ്വരാജ് പാർട്ടിക്ക് ജന്മം നൽകിയത് ഒന്ന് CR ദാസ്, രണ്ട് മോത്തിലാൽ നെഹ്റു. വർഷം 1923. അവർ പറഞ്ഞു. ഇപ്പോൾ വർഷം സ്വരാജ് പാർട്ടി രൂപം നൽകിയ നേതാക്കന്മാർ ആരൊക്കെയാണ്? CR ദാസ് ആൻഡ് മോത്തിലാൽ നെഹ്റു. CR ദാസും മോത്തിലാൽ നെഹ്റുവും രൂപം നൽകിയ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. നിയമനിർമ്മാണ സഭകളെ നമ്മൾ ബഹിഷ്കരിക്കുകയല്ല, മറിച്ച് പോരാട്ടത്തിനും ബദൽ അഭിപ്രായത്തിനുമുള്ള വേദികളാക്കണം എന്ന് അവർ ആവശ്യപ്പെടുകയും നിയമനിർമ്മാണ സഭകളിലേക്ക് മത്സരിക്കുകയും ചെയ്തു. ക്രമേണ ഗാന്ധിയൻ സമര രീതികളോടുള്ള വിയോജിപ്പ് കൂടുതൽ ശക്തമായ രീതിയിൽ പ്രകടമാക്കാൻ തുടങ്ങി. ഗാന്ധിയൻ സമര രീതികളോട് ശക്തമായ വിയോജിപ്പുള്ള നേതാക്കന്മാർ സുഭാഷ് ചന്ദ്രബോസിന് പുറമെ CR ദാസ്, മോത്തിലാൽ നെഹ്റുവും CR ദാസും രൂപം നൽകിയ പാർട്ടി ഏത്? സ്വരാജ് പാർട്ടി. സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയ വർഷം 1923. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റ് ആലോചിക്കുക. ആർക്കെതിരെയാണ്? ഗാന്ധിജിക്കെതിരെ, ഗാന്ധിജിയുടെ ബഹിഷ്കരണ രീതിക്കെതിരെ നേതാക്കന്മാരുടെ പേര്, അഥവാ സ്വരാജ് പാർട്ടിക്ക് ജന്മം നൽകിയ നേതാക്കന്മാർ, ലീഡേഴ്സ് ആരൊക്കെയാണ്? CR ദാസും മോത്തിലാൽ നെഹ്റുവും. ഓക്കെ, പിന്നെ വേറെ പ്രധാനപ്പെട്ട സംഭവമായിട്ട് പറയുന്നത് പഞ്ചാബ്, രാജസ്ഥാൻ, അതുപോലെ തന്നെ ഉത്തർപ്രദേശ്, ബീഹാർ. പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ബീഹാർ എന്നിവിടങ്ങളിലെ വിപ്ലവകാരികൾ ഡൽഹിയിൽ വെച്ച് 1928 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയ്ക്ക് രൂപം നൽകി. ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖ്ദേവ് തുടങ്ങിയവരായിരുന്നു ഇതിന് നേതൃത്വം നൽകിയത്. സായുധ വിപ്ലവത്തിനായി ഇവർ ആരംഭിച്ച സേനാ വിഭാഗമാണ് റിപ്പബ്ലിക്കൻ ആർമി. കോളനി ഭരണം അട്ടിമറിക്കുകയും ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഫെഡറൽ റിപ്പബ്ലിക് സ്ഥാപിക്കുന്നതിന് സായുധ വിപ്ലവം സംഘടിപ്പിക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. ദേശീയ നേതാക്കന്മാർ ഒരാളായിരുന്ന ലാലാ ലജ്പത് റായിയുടെ മരണത്തിലേക്ക് നയിച്ച ലാത്തി ചാർജിന് ഉത്തരവാദിയായ സാൻഡേഴ്സ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ഭഗത് സിംഗ്, രാജ്ഗുരു എന്നിവർ ചേർന്ന് ലാഹോറിൽ വെച്ച് വെടിവെച്ചു കൊന്നു. പൗരാവകാശങ്ങൾ പരിമിതപ്പെടുത്തുന്നതിനുള്ള കരിനിയമങ്ങൾ പാസാക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഭഗത് സിംഗും ബതുകേശ്വർ ദത്തും ചേർന്ന് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞു. തുടർന്ന് അറസ്റ്റ് വരിച്ചു.
1931 മാർച്ച് 23 ഭഗത് സിംഗിനെയും സുഖദേവിനെയും രാജ്ഗുരുവിനെയും ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റി. അതായത് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പറയാവുന്ന വളരെ പ്രധാനപ്പെട്ട പോയിന്റ്, അതായത് പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ബീഹാർ എന്നിവിടങ്ങളിലെ വിപ്ലവകാരികൾ ഡൽഹിയിൽ വെച്ച് 1928 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ HSRA ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ആരൊക്കെയാണ്? ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു. ആരൊക്കെയാണ്? ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്. ഭഗത് സിംഗ്, അതുപോലെ തന്നെ ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖദേവ്. ഭഗത് സിംഗ്, ചന്ദ്രശേഖർ, ഓരോരോ പേരുകളായിട്ട് ഒറ്റയ്ക്ക് ചോദിക്കും, പേര് മാറിപ്പോകരുത്. HSRA അഥവാ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയ നേതാക്കന്മാർ ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖദേവ്. ആരെല്ലാമാണ്? ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖദേവ്. ഇവർ നേതൃത്വം നൽകിയ, ഇവർ ലീഡർഷിപ്പ് നൽകിയ സംഘടനയുടെ പേര് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. അവര് എവിടുത്തുകാരാണ്? പ്രധാനമായിട്ടും ഉത്തർപ്രദേശും, അത് പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ബീഹാർ. പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ബീഹാർ. അപ്പോൾ HSRAക്ക് അഥവാ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷന് രൂപം നൽകിയ വർഷം 1928. രൂപം നൽകിയ സ്ഥലം ഡൽഹി. HSRAക്ക് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷന് രൂപം നൽകിയ സ്ഥലം ഡൽഹിയാണ്. അതുപോലെ തന്നെ ഇത് നടന്ന വർഷം 1928. നേതാക്കന്മാർ ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖദേവ്. പിന്നെ ഇവരാരംഭിച്ച സേനാ വിഭാഗമാണ് റിപ്പബ്ലിക്കൻ ആർമി. ആരാരംഭിച്ച, അഥവാ ഈ പറഞ്ഞ ഭഗത് സിംഗും ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖദേവ്. പൊതുവെ വിപ്ലവമായി ബന്ധപ്പെട്ടവും ഭഗത് സിംഗ് ഉണ്ടാവുമല്ലോ കൂട്ടത്തില്, ചന്ദ്രശേഖർ ആസാദും ഉണ്ടായിരിക്കും. അപ്പോൾ ഇവരെല്ലാം വിപ്ലവകാരികളാണ്, പലവട്ടം കേട്ട പേരുകളാണ്. ഇവരാരംഭിച്ച സേനാ വിഭാഗം, ഇവരാരംഭിച്ച സംഘടനയാണ് HSRA എങ്കിൽ ഇവരാരംഭിച്ച സംഘടനയാണ് ഏത്? ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. അങ്ങനെയാണെങ്കിൽ ഇവരാരംഭിച്ച സേനാ വിഭാഗത്തിന്റെ പേരാണെന്ത്? റിപ്പബ്ലിക്കൻ ആർമി. ആരാരംഭിച്ച? ഈ പറഞ്ഞ ഭഗത് സിംഗും ചന്ദ്രശേഖർ ആസാദും രാജ്ഗുരു, സുഖദേവ്. കേട്ടോ, ഓക്കെ. അതായത് ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കോളനി ഭരണം അട്ടിമറിക്കുകയും ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഫെഡറൽ റിപ്പബ്ലിക് സ്ഥാപിക്കുന്നതിനും സായുധ വിപ്ലവം സംഘടിപ്പിക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. ആരുടെ ലക്ഷ്യം? ഈ പറഞ്ഞ ഭഗത് സിംഗും ചന്ദ്രശേഖർ ആസാദും രാജ്ഗുരു, സുഖദേവ് അറിയാലോ. അവരിൽ പ്രധാന ലക്ഷ്യമാണ് കോളനി ഭരണം, ബ്രിട്ടീഷ് കോളനി ഭരണം അട്ടിമറിക്കുക. എന്നിട്ട് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഫെഡറൽ റിപ്പബ്ലിക്, ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഒരു ഫെഡറൽ റിപ്പബ്ലിക് വേണം എന്നായിരുന്നു ഈ പറഞ്ഞ റിപ്പബ്ലിക്കൻ ആർമി അഥവാ HSRAയുടെ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ ആർമിയുടെ സൈനിക വിഭാഗമാണ് റിപ്പബ്ലിക്കൻ ആർമി. അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇനി അവർ ചെയ്ത സംഭവം നോക്കൂ. ദേശീയ നേതാക്കളിൽ ഒരാളായിരുന്ന ലാലാ ലജ്പത് റായിയുടെ മരണത്തിലേക്ക് നയിച്ച ലാത്തി ചാർജിന് ഉത്തരവാദിയായ സാൻഡേഴ്സ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് എന്നിവർ ചേർന്ന് ലാഹോറിൽ വെച്ച് വെടിവെച്ച് കൊന്നു. ഓക്കെ. ആരുടെ മരണത്തിന് ഉത്തരവാദി? സാൻഡേഴ്സ് എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ, സാൻഡേഴ്സ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥന്റെ
അദ്ദേഹം നടത്തിയ ലാത്തി ചാർജ് മൂലം കൊല്ലപ്പെട്ട ദേശീയ നേതാവ് ആരായിരുന്നു? ലാലാ ലജ്പത് റായ്. സാൻഡേഴ്സ് എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ആ ലാത്തി ചാർജിന്റെ പ്രധാന ഉത്തരവാദിയായ പോലീസ് ഉദ്യോഗസ്ഥൻ സാൻഡേഴ്സ്. ആ സാൻഡേഴ്സിനെ വെടിവെച്ചു കൊന്നു. ആര് വെടിവെച്ചു കൊന്നു? ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ്. ആരെല്ലാമാണ്? സാൻഡേഴ്സ് അഥവാ ലാലാ ലജ്പത് റായിയുടെ മരണത്തിലേക്ക് നയിച്ച ലാത്തി ചാർജിന്റെ പ്രധാന ഉത്തരവാദിയായ സാൻഡേഴ്സ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ വെടിവെച്ചത് 3 പേർ ചേർന്നിട്ട്. മറക്കരുത്, ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ്. ആരെല്ലാം പറയാ? ഭഗത് സിംഗ്, അതുപോലെ തന്നെ ഭഗത് സിംഗ്, സുഖ്ദേവ്, അതുപോലെ തന്നെ രാജ്ഗുരു. ഇവര് ഭഗത് സിംഗും രാജ്ഗുരു, സുഖ്ദേവ്, ഇവര് 3 പേരും ചേർന്ന് എവിടെ വെച്ച് വെടിവെച്ച് കൊന്നു? വെടിവെച്ച് കൊന്നത് എവിടെയാണ്? ലാഹോറിൽ വെച്ചിട്ടാണ് വെടിവെച്ച് കൊന്നവരെ. ഇനി ഇവര് പൗരാവകാശങ്ങൾ പരിമിതപ്പെടുത്താനുള്ള കരിനിയമം പാസ്സാക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഭഗത് സിംഗും അതുപോലെ തന്നെ ബതുകേശ്വർ ദത്തും ചേർന്ന് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞു. തുടർന്ന് അറസ്റ്റ് വരിച്ചു. 1931 മാർച്ച് 23 ഭഗത് സിംഗിനെയും സുഖ്ദേവിനെയും രാജ്ഗുരുവിനെയും ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റി. അവരുടെ കണക്കിൽ ക്രിമിനൽ കുറ്റം ചെയ്ത, അവരുടെ കണക്കിൽ കൊടും കുറ്റവാളികളായ 3 പേർ. ഈ പറയുന്ന 3 പേര് ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ്, അവരാണ് ഈ പറയുന്ന സാൻഡേഴ്സ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ വധിച്ചത്. എവിടെ വെച്ചുകൊണ്ട്? ലാഹോറിൽ. എവിടെ വെച്ചുകൊണ്ട്? ലാഹോറിൽ. സാൻഡേഴ്സ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ വധിച്ചത് എവിടെ വെച്ചിട്ടാണ്? ലാഹോറിലാണ്. അവര് പിന്നീട് മറ്റൊരു സംഭവം പറഞ്ഞിരിക്കുന്നത്, ഭഗത് സിംഗും ബതുകേശ്വർ ദത്ത് തുടർച്ചയായിട്ട് ബ്രിട്ടീഷ് സർക്കാരിന്റെ കരിനിയമങ്ങൾക്കെതിരെ ബ്രിട്ടീഷ് സർക്കാർ നടപ്പിലാക്കുന്ന കരിനിയമങ്ങൾക്ക് അത് പാസ്സാക്കുന്നത് ശക്തമായ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ഭഗത് സിംഗും ബതുകേശ്വർ ദത്ത്, 2 പേരും, ഭഗത് സിംഗ്, ബതുകേശ്വർ ദത്ത്, അവര് ചേർന്നുകൊണ്ട് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞു. അപ്പോൾ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞ 2 നേതാക്കന്മാർ ഭഗത് സിംഗും ബതുകേശ്വർ ദത്ത്. ഭഗത് സിംഗ്, ബതുകേശ്വർ ദത്ത്. തുടർന്ന് അവരെ ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ 1931 മാർച്ച് 23, വർഷം മറക്കരുത്, 1931 മാർച്ച് 23 തൂക്കിലേറ്റപ്പെട്ടു. ആര്? ഭഗത് സിംഗ്, സുഖ്ദേവ്. ഭഗത് സിംഗിനെയും സുഖ്ദേവിനെയും 1931 മാർച്ച് 23 ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റി. ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റി 2 നേതാക്കന്മാർ ഭഗത് സിംഗ് അതുപോലെ തന്നെ സുഖ്ദേവ് ആണ് കേട്ടോ. ഇനി നോക്കൂ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിന് പുറമെ രൂപീകരിച്ച പ്രധാനപ്പെട്ട ചില 4 സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സംഘടനകളും അതുപോലെ തന്നെ ബ്രിട്ടീഷ് സർക്കാരിനെതിരെയുള്ള 4 പോരാട്ട സംഘടനകൾ, വിപ്ലവ പ്രസ്ഥാനങ്ങൾ, ആദ്യ നേതാക്കന്മാർ. 1 അഭിനവ ഭാരത് സൊസൈറ്റി. അഭിനവ ഭാരത് സൊസൈറ്റിയുടെ നേതാവ് എന്ന് പറയുന്നത് VD സവർക്കറുടെ അഭിനവ ഭാരത് സൊസൈറ്റി. അതുപോലെ തന്നെ ബരീന്ദർ കുമാർ ഘോഷ്, പുലിൻ ബിഹാരി ദാസ് ഇവരുടെ അനുശീലൻ സമിതി. ലാലാ ഹർദയാൽ രൂപീകരിച്ച ഗദർ പാർട്ടി. സൂര്യ സെൻ രൂപീകരിച്ച ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി. ഓക്കെ, അപ്പൊ സൂര്യ സെൻ ആണ് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത്. 4 സംഘടനകൾ ബ്രിട്ടീഷ് സർക്കാരിനെതിരെ പോരാടിയ 4 വിപ്ലവ പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. VD സവർക്കർ രൂപീകരിച്ച അഭിനവ ഭാരത് സൊസൈറ്റി, ബരീന്ദർ കുമാർ ഘോഷും പുലൻ ബിഹാരി ദാസും രൂപീകരിച്ച അനുശീലൻ സമിതി. അതുപോലെ തന്നെ ലാലാ ഹർദയാൽ രൂപീകരിച്ച ഗദർ പാർട്ടി, സൂര്യ സെൻ രൂപീകരിച്ച ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി. അപ്പോൾ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയുടെ സ്ഥാപകൻ സൂര്യ സെൻ, ഗദർ പാർട്ടിയുടേത് ലാലാ ഹർദയാൽ, അനുശീലൻ സമിതിയുടേത്
ബരീന്ദർ കുമാർ ഘോഷ് ആൻഡ് പുലിൻ ബിഹാരി ദാസ്. അഭിനവ് ഭാരത് സൊസൈറ്റി ഉണ്ടായിരിക്കും മിക്കവാറും BD സവർക്കർ. ഓക്കെ, ഇവരാണ് ഈ 4 പ്രസ്ഥാനങ്ങൾ. അതുപോലെ തന്നെ ഈ 4 സംഘടനകൾ, ആ പേരുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കട്ടോ. ഓക്കെ, ഇനി ഇതുമായിട്ട് റഷ്യൻ വിപ്ലവത്തിൽ നിന്ന് നോക്കൂ, ഇനി പ്രധാനപ്പെട്ട പ്രചോദനം ഉൾക്കൊണ്ട് 1930-കളോടെ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഇന്ത്യയിൽ പ്രചരിക്കാൻ തുടങ്ങി. ആ ആശയങ്ങൾ കോൺഗ്രസിനുള്ളിലെ ഒരു വിഭാഗത്തെ സ്വാധീനിച്ചു. ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ജയപ്രകാശ് നാരായൺ, അരുണ ആസിഫ് അലി എന്നിവർ ചേർന്ന് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് വിഭാഗത്തിന് നേതൃത്വം നൽകിയിരുന്നു. പിൽക്കാലത്ത് ഒന്നാമത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെ ഏതിന്റെ സ്വാധീനം മൂലം? റഷ്യൻ വിപ്ലവം നടന്ന ആ റഷ്യൻ വിപ്ലവത്തിന്റെ സ്വാധീനം ഉൾക്കൊണ്ടുകൊണ്ട് 930 വർഷത്തിൽ ഇന്ത്യയിൽ വ്യാപകമായിട്ട് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പ്രചരിക്കാൻ തുടങ്ങി. ആ ആശയങ്ങളുടെ നേതൃത്വം വഹിച്ചുകൊണ്ട് കോൺഗ്രസിൽ സോഷ്യലിസ്റ്റ് വിഭാഗത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തികൾ ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ജയപ്രകാശ് നാരായൺ, അരുണ ആസിഫ് അലി. ആരെല്ലാമാണ് കോൺഗ്രസിൽ സോഷ്യലിസ്റ്റ് വിഭാഗത്തിന് ലീഡർഷിപ്പ് കൊടുത്ത 4 പ്രമുഖ നേതാക്കൾ. പെട്ടെന്ന് ഓർക്കാൻ പറ്റിയായിരിക്കും. ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ജയപ്രകാശ്, JP എന്നറിയപ്പെടുന്ന ജയപ്രകാശ് നാരായൺ, അതുപോലെ തന്നെ അരുണ ആസിഫ് അലി, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, അതുപോലെ തന്നെ ലാസ്റ്റ് പറഞ്ഞ ജയപ്രകാശ് നാരായൺ. ഇവരാണ് ഏത് സ്വാധീനം ഉൾക്കൊണ്ടുകൊണ്ട്? റഷ്യൻ വിപ്ലവം. ഇവരാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് വിഭാഗത്തിന് കോൺഗ്രസിന്റെ ഉള്ളിൽ, പുറത്തു പോയിട്ടില്ല, പിളർന്നു പോയിട്ടില്ല, ഉള്ളിൽ നിന്നുകൊണ്ട് അവര് ലീഡർഷിപ്പ് കൊടുത്തു. ഓക്കെ, ആ പേരുകൾ ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ജയപ്രകാശ് നാരായൺ, അരുണ ആസിഫ് അലിയാണ് കോൺഗ്രസിനുള്ളിൽ സോഷ്യലിസ്റ്റ് വിഭാഗത്തിന് ലീഡർഷിപ്പ് കൊടുത്ത വ്യക്തികൾ. ഓക്കെ, ഇനി നോക്കൂ, അതായത് ഇവര് എല്ലാവരും നേരത്തെ പറഞ്ഞ ഈ 4 പേരും അതില് ഒളിവിൽ നിന്നുകൊണ്ട് പോരാട്ടം, ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റിലായപ്പോൾ ഒളിവിൽ നിന്നുകൊണ്ട് ഈ സമരത്തിന് എല്ലാത്തരം പിന്തുണ കൊടുത്ത വ്യക്തികളാണ് ഇവര്. മാത്രമല്ല ക്വിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്തിൽ ഏറ്റവും സജീവമായ വ്യക്തികളാണ് ഇവർ 4 പേര്. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് ഗാന്ധിജി അടക്കമുള്ള നേതാക്കന്മാരൊക്കെ നേതാക്കന്മാരെ കൂടി അറസ്റ്റിലായപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരം 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തതിന് ഗാന്ധിജി അടക്കമുള്ള നേതാക്കളൊക്കെ അറസ്റ്റിലായപ്പോൾ ഒളിവിൽ നിന്നുകൊണ്ട് ഗവൺമെന്റ് പിടികൊടുക്കാതെ ഒളിവിൽ നിന്നുകൊണ്ട് ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ശക്തമായ പിന്തുണ കൊടുത്ത വ്യക്തികളാണ് നേരത്തെ പറഞ്ഞ ജയപ്രകാശ് നാരായൺ, അരുണ ആസിഫ് അലി. കേട്ടോ, ഇത് നോക്കൂ, ഗാന്ധിയൻ സമര രീതികളോട് പല ഘട്ടങ്ങളിലും വിയോജിപ്പ് പ്രകടിപ്പിച്ച ആളായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. കോൺഗ്രസ് വിട്ട അദ്ദേഹം ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകി. പിന്നീട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി റാഷ് ബിഹാരി ബോസ് രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയുടെ അഥവാ INA നേതൃത്വം അദ്ദേഹം ഏറ്റെടുത്തു. സിംഗപ്പൂരിൽ വെച്ച് സ്വതന്ത്ര ഭാരതത്തിന് ഒരു താൽക്കാലിക ഗവൺമെന്റ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചു. ബ്രിട്ടീഷുകാരെ ഇന്ത്യൻ മണ്ണിൽ നിന്ന് തൂത്തെറിയാനുള്ള സമരം നടത്തുക എന്നതായിരുന്നു താൽക്കാലിക ഗവൺമെന്റിന്റെ പ്രധാന ചുമതല. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗമായ ഝാൻസി റാണി റെജിമെന്റ് രൂപീകരിച്ചു. ഇതിന്റെ ചുമതല മലയാളിയായ ക്യാപ്റ്റൻ ലക്ഷ്മിക്കായിരുന്നു. ജപ്പാന്റെ സഹായത്തോടെ സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ നാഷണൽ ആർമി ഇന്ത്യയുടെ വടക്ക് കിഴക്കേ അതിർത്തി വരെ എത്തുകയും ഇംഫാലിൽ ദേശീയ പതാക ഉയർത്തുകയും ചെയ്തു. നോക്കൂ, വളരെ വളരെ പ്രധാനപ്പെട്ട സംഭവം, ഒരുപാട് ഗുരുതര ചോദ്യങ്ങൾ ചോദിക്കുന്ന സംഭവമാണ്. ആദ്യം ഫോർവേഡ് ബ്ലോക്കിന്റെ സ്ഥാപകൻ ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് അഥവാ
സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി ഫോർവേഡ് ബ്ലോക്ക്. അദ്ദേഹം രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഫോർവേഡ് ബ്ലോക്ക്. അതിനുശേഷം റാഷ് ബിഹാരി ബോസ് രൂപീകരിച്ച സ്ഥാപനമാണ്, സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ ആർമി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി റാഷ് ബിഹാരി ബോസ്, ആളെ പേര് റാഷ് ബിഹാരി ബോസ്. റാഷ് ബിഹാരി ബോസ് ആണ് എന്തിന്റെ സ്ഥാപകൻ? INA-യുടെ സ്ഥാപകൻ. ആ INA അഥവാ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ലീഡർഷിപ്പ് പിന്നീട് ഏറ്റെടുത്ത വ്യക്തിയാണ് ആര്? സുഭാഷ് ചന്ദ്ര ബോസ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടി ഫോർവേഡ് ബ്ലോക്ക്. ഇനി അദ്ദേഹം സിംഗപ്പൂരിൽ വെച്ചുകൊണ്ട് സ്വതന്ത്ര ഭാരതത്തിന് താൽക്കാലിക ഗവൺമെന്റ് അദ്ദേഹം രൂപീകരിച്ചു. അപ്പൊ എവിടെ വെച്ചുകൊണ്ട്? സിംഗപ്പൂരിൽ വെച്ചുകൊണ്ട് സ്വതന്ത്ര ഭാരതത്തിന് ഒരു താൽക്കാലിക ഗവൺമെന്റ് ആര് രൂപീകരിച്ചു? സുഭാഷ് ചന്ദ്രബോസ്. അപ്പോൾ സിംഗപ്പൂരിൽ വെച്ച് സ്വതന്ത്ര ഭാരതത്തിന് താൽക്കാലിക ഗവൺമെന്റ് രൂപീകരിച്ച വ്യക്തി സുഭാഷ് ചന്ദ്രബോസ്. സ്ഥലം സിംഗപ്പൂർ. പിന്നെ അദ്ദേഹത്തിന്റെ ആ താൽക്കാലിക ഗവൺമെന്റ് പ്രധാന ലക്ഷ്യം ബ്രിട്ടീഷുകാരെ ഇന്ത്യൻ മണ്ണിൽ നിന്ന് തൂത്തെറിയാൻ സമരം നടത്തുകയായിരുന്നു. ഇനി ഇന്ത്യൻ നാഷണൽ ആർമി, നേരത്തെ പറഞ്ഞ റാഷ് ബിഹാരി ബോസ് രൂപീകരിച്ച, പിന്നീട് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് നേതൃത്വം ഏറ്റെടുത്ത ഇന്ത്യൻ നാഷണൽ ആർമിക്ക് ഒരു വനിതാ വിഭാഗമുണ്ട്. അതിന്റെ പേരാണ് ഝാൻസി റാണി റെജിമെന്റ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം ഝാൻസി റാണി റെജിമെന്റ്. അതിന്റെ ലീഡർഷിപ്പ്, അതിന്റെ ചുമതല മലയാളിയായ ക്യാപ്റ്റൻ ലക്ഷ്മി ആണ്. ക്യാപ്റ്റൻ ലക്ഷ്മി ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കാം. നമ്മുടെ APJ അബ്ദുൽ കലാം രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ ഓപ്പോസിറ്റ് മത്സരിച്ച വ്യക്തിയാണ്, മലയാളിയാണ്. അപ്പോൾ അവരാണ്, അഥവാ ഈ INA-യുടെ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗമായ ഝാൻസി റാണി റെജിമെന്റിന്റെ നേതാവാണ് ക്യാപ്റ്റൻ ലക്ഷ്മി. ഇവര് ജപ്പാന്റെ സഹായത്തോടെ, അഥവാ ഇന്ത്യൻ നാഷണൽ ആർമി, നേരത്തെ പറഞ്ഞ ഇന്ത്യൻ നാഷണൽ ആർമി സുഭാഷ് ചന്ദ്രബോസ്, അവിടെ അദ്ദേഹം ജപ്പാന്റെ സഹായത്തോടെ സുഭാഷ് ചന്ദ്രബോസിന്റെ കീഴിലുള്ള ഇന്ത്യൻ നാഷണൽ ആർമി വടക്ക് കിഴക്ക് അതിർത്തി വരെ എത്തുകയും ഇംഫാൽ, അവർക്ക് ഇങ്ങോട്ട് കടക്കാൻ കഴിഞ്ഞില്ല, പക്ഷെ അതിർത്തി എത്തിയിട്ട് ഇപ്പോഴത്തെ മണിപ്പൂർ തലസ്ഥാനമായ ഇംഫാലിൽ അവർ ദേശീയ പതാക ഉയർത്തി. എവിടെ ഉയർത്തി? മണിപ്പൂരിലെ തലസ്ഥാനമായ ഇംഫാലിലാണ് നടത്തി കേട്ടോ. ആരുടെ സഹായത്തോടെയാണ് സുഭാഷ് ചന്ദ്രബോസ് ഇംഫാലിൽ ദേശീയ പതാക ഉയർത്തിയത്? ആരുടെ? ജപ്പാന്റെ സഹായത്തോടെ. അപ്പൊ തുരിതരാ ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. ഇംഫാലിൽ ദേശീയ പതാക ഉയർത്തിയ വ്യക്തിയാണ് സുഭാഷ് ചന്ദ്രബോസ്. ആരുടെ സഹായത്തോടെ? ജപ്പാന്റെ സഹായത്തോടെ. INA-യുടെ വനിതാ വിഭാഗത്തിന്റെ പേര് ഝാൻസി റാണി റെജിമെന്റ്. INA-യുടെ വനിതാ വിഭാഗം ഝാൻസി റാണി റെജിമെന്റ്. അതിന്റെ ലീഡറുടെ പേര്, ആ ഝാൻസി റാണി റെജിമെന്റ് ചുമതലയുള്ള വ്യക്തിയുടെ പേര് ക്യാപ്റ്റൻ ലക്ഷ്മി. INA-യുടെ സ്ഥാപകന്റെ പേര് റാഷ് ബിഹാരി ബോസ്. INA-യുടെ സ്ഥാപകന്റെ പേര് റാഷ് ബിഹാരി ബോസ്. ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ച നേതാവ് സുഭാഷ് ചന്ദ്രബോസ്. രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ഫോർവേഡ് ബ്ലോക്ക്. ഓക്കെ, എവിടെ വെച്ചിട്ടാണ് INA പതാക ഉയർത്തിയത്? ഇംഫാലിൽ വെച്ചിട്ടാണ്. ഓക്കെ, ഇത്തരം പ്രധാനപ്പെട്ട ഗുരുതര ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ. ഓക്കെ, നോക്കൂ, ഇനി ഒരു കോളത്ത് കൊടുത്ത് കണ്ടോ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് വാഞ്ചി അയ്യർ. ജനകീയ പ്രക്ഷോഭങ്ങൾ നിഷ്ഠൂരമായി അടിച്ചമർത്തിയിരുന്ന തിരുനെൽവേലി ജില്ലാ കളക്ടറായിരുന്ന റോബർട്ട് വില്യം ഡെസ്കോട്ട് അഷയെ 1911 ജൂലൈ 17 തമിഴ്നാട്ടിലെ മനിയാച്ചി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വെടിവെച്ചു കൊന്നു. ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ ആ പ്ലാറ്റ്ഫോമിൽ തന്നെ അദ്ദേഹം ആത്മഹത്യ ചെയ്തു. വാഞ്ചി അയ്യരുടെ പ്രവൃത്തിയെ പറ്റി മാഡം കാമ തന്റെ വന്ദേ മാതരം പ്രസിദ്ധീകരണത്തിൽ ഇങ്ങനെ എഴുതി: വാഞ്ചി ഉതിർത്ത വെടിയുണ്ടകൾ നൂറ്റാണ്ടുകളായി അടിമത്തത്തിലായിരുന്ന ഒരു രാജ്യത്തെ ഗാഠ നിദ്രയിൽ നിന്നും ഉണർത്തി. അതായത് നോക്കൂ, ഒരുപാട് പോയിന്റ് ചോദിക്കുന്നതാണ്.
ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ആദ്യത്തെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷിയുടെ പേര് വാഞ്ചി അയ്യർ. എന്താ പേര് പറയാ? വാഞ്ചി അയ്യർ. ആ പേര് മറക്കരുത്, വാഞ്ചി അയ്യർ. അതുപോലെ അവർ ചെയ്ത പ്രവൃത്തി എന്താണ്? ജനകീയ പ്രക്ഷോഭം നിഷ്ഠൂരം അടിച്ചമർത്തിയിരുന്ന തിരുനെൽവേലി ജില്ലാ കളക്ടർ പേര് റോബർട്ട് വില്യം ഡെസ്കേർട്ട് ആഷെ, അല്ലെ? റോബർട്ട് വില്യം ഡെസ്കോട്ട് ആഷെ. റോബർട്ട് വില്യം, തിരുനെൽവേലി ജില്ലാ കലക്ടർ ആയിരുന്ന റോബർട്ട് വില്യം ഡെസ്കോട്ട് ആഷയെ 1911 ജൂലൈ 17 തമിഴ്നാട്ടിലെ മനിയാച്ചി പ്രദേശത്തിന്റെ പേര് മനിയാച്ചി, അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വെടിവെച്ച് കൊന്നു. ആര്? വാഞ്ചി അയ്യർ. അവർക്ക് പിടികൊടുക്കാതെ, ബ്രിട്ടീഷുകാരുടെ പട്ടാളത്തിന് പിടികൊടുക്കാതെ അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ വാഞ്ചി അയ്യരുടെ ഈ പ്രവൃത്തിയെ പറ്റി മാഡം കാമ വന്ദേ മാതരം എന്ന പ്രസിദ്ധീകരണം, മാറിപ്പോയത് വന്ദേ മാതരം പല ഭാഗത്ത് പറയുന്നതാണ് വന്ദേ മാതരം. ഇത് മാഡം കാമയുടെ പുസ്തകം. വന്ദേ മാതരം എന്ന പ്രസിദ്ധീകരണത്തിന്റെ എഴുതിയത് മാഡം കാമ എഴുതിയ പ്രസിദ്ധീകരണമാണ് വന്ദേ മാതരം. അതിലാണ് അവർ എഴുതി വാഞ്ചി ഉതിർത്ത വെടിയുണ്ടകൾ നൂറ്റാണ്ടുകളായി അടിമത്തത്തിലായിരുന്ന ഒരു രാജ്യത്തെ ഗാഠ നിദ്രയിൽ നിന്നും ഉണർത്തി എന്നുള്ളത്. അപ്പോൾ ദക്ഷിണേന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു രക്തസാക്ഷിയായ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി, സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി ആര്? വാഞ്ചി അയ്യർ. അവർ തിരുനെൽവേലി ജില്ലാ കളക്ടർ ആയിരുന്ന റോബർട്ട് വില്യം ഡെസ്കോട്ട് ആഷയെ വെടിവെച്ച് കൊന്നതാര്? വാഞ്ചി അയ്യർ. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ റോബർട്ട് വില്യം ഡെസ്കോട്ട് ആഷ എവിടുത്തെ കളക്ടറായിരുന്നു? അവർ തിരുനെൽവേലി. നടന്ന വർഷം 1911 ജൂലൈ 17. 1911 ജൂലൈ 17 പിന്നെ അവരെ കുറിച്ച് എഴുതിയത് മാഡം കാമ എഴുതിയ പ്രസിദ്ധീകരണം വന്ദേ മാതരം. എഴുതിയത് മാഡം കാമ. വന്ദേ മാതരം എഴുതിയത് മാഡം കാമ. ഇവർ വെടിവെച്ച് കൊന്നത് റോബർട്ട് വില്യം ഡെസ്കോട്ട് ആഷയെ വെടിവെച്ച് കൊന്ന് 1911 ജൂലൈ 17. എവിടെ വെച്ചുകൊണ്ട്? തമിഴ്നാട്ടിലെ മനിയാച്ചി റെയിൽവേ സ്റ്റേഷനിൽ. ദക്ഷിണേന്ത്യയിലെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി ആര്? വാഞ്ചി അയ്യർ. ഓക്കെ. ഇനി അടുത്ത നോക്കൂ. റഷ്യൻ വിപ്ലവത്തെ തുടർന്ന് സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ സ്വാധീനം ഇന്ത്യയിൽ തൊഴിലാളി പ്രസ്ഥാനം രൂപീകരിക്കുന്നതിനിടയാക്കി. ആദ്യകാലത്ത് ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട തൊഴിലാളി സംഘടനകൾ ഇവയാണ്. നോക്കൂ. 1. അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷൻ, മദ്രാസ് ലേബർ യൂണിയൻ, ലേബർ യൂണിയൻ. 1920 KN ജോഷി, ലാലാ ലജ്പത് റായ് എന്നിവർ മുൻകൈ എടുത്തുകൊണ്ട് അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് അഥവാ AITUC രൂപീകരിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ ട്രേഡ് യൂണിയൻ AITUC, ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്. ഇപ്പോഴത് CPIയുടെ തൊഴിലാളി സംഘടനയായിട്ട് പ്രവർത്തിക്കുന്നതാണ് AITUC. അപ്പോൾ അത് രൂപീകരിച്ച വർഷം 1920. നേതാക്കന്മാർ NM ജോഷി, ലാലാ ലജ്പത് റായ്. ആരെല്ലാമാണ്? NM ജോഷിയും ലാലാ ലജ്പത് റായിയുമാണ് രാജ്യത്തെ ആദ്യത്തെ ട്രേഡ് യൂണിയനായ അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് അഥവാ AITUC രൂപീകരിച്ചത്. അത് വർഷം എന്ന് പറയുന്നത് 1920 ഇന്ത്യയിലെ ആദ്യത്തെ ട്രേഡ് യൂണിയൻ AITUC വർഷം 1920. രൂപീകരിച്ച ലീഡേഴ്സ് NM ജോഷി, ലാലാ ലജ്പത് റായ്.
ആ സംഘടന പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ തൊഴിലാളി വർഗം എന്ന നിലയിൽ സംഘടിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക, ഇന്ത്യൻ തൊഴിലാളി വർഗം രാജ്യത്തിന് പുറത്തുള്ള തൊഴിലാളി വർഗവുമായി ചേർന്ന് പ്രവർത്തിക്കുക, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ സജീവ പങ്ക് വഹിക്കുക. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ട സജീവ പങ്ക് വഹിക്കുക, അതുപോലെ തന്നെ തൊഴിലാളി വർഗം രാജ്യത്തിനകത്തും പുറത്തുള്ള മറ്റ് തൊഴിലാളി വർഗവുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുക, തൊഴിലാളി വർഗം എന്ന നിലയ്ക്ക് ശക്തമായിട്ട് സംഘടിക്കുക എന്നീ 3 ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് രൂപീകരിച്ചതാണ് 1920 AITUC, രാജ്യത്തെ ആദ്യത്തെ ട്രേഡ് യൂണിയൻ. നോക്കൂ, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ട ബ്രിട്ടീഷുകാരുടെ നികുതി നയങ്ങളും സെമീന്ദാർമാരുടെ ചൂഷണങ്ങളും കാർഷിക ഉൽപ്പന്നങ്ങൾക്കുണ്ടായ വിലയിടിവും കർഷകരുടെ ഇടയിൽ കൂട്ടായ്മയുടെ ആവശ്യകത ബോധ്യപ്പെടുത്തി. ഇത് കർഷക പ്രസ്ഥാനങ്ങളുടെ രൂപീകരണത്തിന് കാരണമായി. NG രംഗ അടക്കമുള്ള കർഷക നേതാക്കളുടെ ശ്രമഫലമായി ലാഹോറിൽ വെച്ച് അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് സ്ഥാപിതമായി. പിൽക്കാലത്ത് ഇത് അഖിലേന്ത്യാ കിസാൻ സഭ എന്ന പേര് സ്വീകരിച്ചു. ബോംബെയിലെ അഖിലേന്ത്യാ കിസാൻ സമിതി സമ്മേളനത്തിൽ വെച്ച് കർഷകരുടെ ആവശ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കിസാൻ മാനിഫെസ്റ്റോയ്ക്ക് രൂപം നൽകി. അതിൽ ഉൾപ്പെടുത്തിയിരുന്ന ചില ആവശ്യങ്ങൾ ഭൂനികുതിയും പാട്ടവും 50% കുറയ്ക്കുക, കടങ്ങൾ മരവിപ്പിക്കുക, ഫ്യൂഡൽ നികുതി റദ്ദാക്കുക, കർഷക തൊഴിലാളികൾക്ക് മിനിമം വേതനം ഉറപ്പാക്കുക, കർഷക യൂണിയനുകളെ അംഗീകരിക്കുക. ഓക്കെ, നോക്കൂ, നേരത്തെ പറഞ്ഞ പോലെ ഈ ബ്രിട്ടീഷുകാരുടെ നികുതി നയങ്ങളും സെമീന്ദാർമാരുടെ ചൂഷണം, ഭൂപ്രഭുക്കന്മാരായ സെമീന്ദാർമാരുടെ ചൂഷണവുമാണ്, അതുപോലെ തന്നെ കാർഷിക രംഗ ഉൽപ്പന്നങ്ങൾക്കുണ്ടായ വിലയിടിവുമാണ് കർഷകരുടെ ഇടയിൽ ഒരു കൂട്ടായ്മയുടെ ആവശ്യകത. കൂട്ടായ്മയുടെ ആവശ്യകത എന്നൊക്കെ പറയും ഞങ്ങളെ ക്വസ്റ്റ്യൻ ആണ്, എങ്കിലും ഓർത്തിരിക്കുക, നികുതി നയങ്ങള്, സെമീന്ദാർമാരുടെ ചൂഷണം, കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിടിവ്. പിന്നെ അത് പിന്നീട് കർഷക പ്രസ്ഥാനങ്ങൾ. ഈ കർഷക പ്രസ്ഥാനങ്ങളുടെ പറയുമ്പോൾ ഒരുപാട് പോയിന്റുകളുണ്ട്. NG രംഗ അടക്കമുള്ള കർഷക നേതാക്കളുടെ സമഫലമായ ലാഹോറിൽ അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ്. അപ്പോൾ അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് NG രംഗ. ആളെ പേര് NG രംഗ. NG രംഗ മുൻകൈയെടുത്തുകൊണ്ട് രൂപീകരിച്ച കർഷക പ്രസ്ഥാനം അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ്. അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസിന്റെ നേതാവ് NG രംഗ. NG രംഗ രൂപീകരിച്ച സ്ഥലം, അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് രൂപീകരിച്ചത് ലാഹോറിൽ. അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് രൂപീകരിച്ച് ലാഹോറിൽ. അതുപോലെ തന്നെ അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് പിന്നീട് അഖിലേന്ത്യാ കിസാൻ സഭ, ആദ്യത്തെ പേര് അഥവാ അഖിലേന്ത്യാ കിസാൻ സഭ എന്നു പേര് മാറിയ സംഘടനയുടെ ആദ്യ പേരെന്തായിരുന്നു? അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ്. അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് പിന്നീട് അറിയപ്പെട്ടത് അഖിലേന്ത്യാ കിസാൻ സഭ. നേതാവ് NG രംഗ, രൂപീകരിച്ചത് ലാഹോറിൽ വെച്ച്. ഇനി ഈ അഖിലേന്ത്യാ കിസാൻ സമിതി സമ്മേളനത്തിൽ വെച്ച് കർഷകരുടെ ആവശ്യം ഉൾക്കൊള്ളിച്ചുകൊണ്ട് കിസാൻ മാനിഫെസ്റ്റോക്ക് രൂപം നൽകിയത് ബോംബെയിലെ അഖിലേന്ത്യാ കിസാൻ സമിതി സമ്മേളനം. ബോംബെയിലെ അഖിലേന്ത്യാ കിസാൻ സമിതി സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഈ ഒരു കിസാൻ മാനിഫെസ്റ്റോക്ക് രൂപം നൽകിയത്. ആ മാനിഫെസ്റ്റോയിൽ പറയുന്ന കാര്യങ്ങൾ: ഭൂനികുതിയും പാട്ടവും 50% കുറയ്ക്കുക, കടങ്ങൾ മരവിപ്പിക്കുക, ഫ്യൂഡൽ നികുതികൾ റദ്ദാക്കുക, കർഷക തൊഴിലാളികൾക്ക് മിനിമം വേതനം ഉറപ്പാക്കുക, കർഷക യൂണിയനുകളെ അംഗീകരിക്കുക. അപ്പൊ യൂണിയൻ അംഗീകരിക്കുക എന്നുള്ളതും കർഷക തൊഴിലാളികൾക്ക് മിനിമം വേതനം നൽകുക എന്നുള്ളതും ഫ്യൂഡൽ നികുതി റദ്ദാക്കുക എന്നുള്ളതും കടങ്ങൾ മരവിപ്പിക്കുക എന്നുള്ളതും ഭൂനികുതിയും പാട്ടവും 50% കുറയ്ക്കുക എന്നൊക്കെ ബോംബെയിൽ വെച്ച് നടന്ന അഖിലേന്ത്യാ കിസാൻ സമിതി സമ്മേളനത്തിൽ നടന്ന കിസാൻ മാനിഫെസ്റ്റോ രൂപം നൽകിയത് എവിടെ വെച്ചിട്ടാണ്? ബോംബെയിലെ കിസാൻ സമിതി സമ്മേളനം. ബോംബെയിലെ കിസാൻ സമിതി സമ്മേളനം രൂപം നൽകിയത് കിസാൻ മാനിഫെസ്റ്റോക്ക്. കർഷകരുടെയും തൊഴിലാളികളുടെയും ഒത്തുചേരലും പ്രതിഷേധവും
ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ ഉണർവേകി ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യത്വ നയങ്ങളെയും ഇന്ത്യ നിലനിന്ന ഫ്യൂഡൽ വ്യവസ്ഥയും ഒരുപോലെ എതിർത്ത കർഷകരുടെ നിലപാടുകൾ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് നമുക്ക് അത്ര പോയിന്റ് അവിടെ വന്നിട്ടില്ല. നോക്കൂ, ഇനി കർഷകരുമായിട്ട് ബന്ധപ്പെട്ട 3 പ്രധാനപ്പെട്ട സമരങ്ങളും അത് നടന്ന സ്ഥലങ്ങളും ഓർത്തിരിക്കുക. ദേ ബാഗ സമരം ബംഗാൾ, തെലുങ്കാന സമരം സ്വാഭാവികം പെട്ടെന്ന് കിട്ടും ആന്ധ്രാപ്രദേശ്, നാവിക കലാപം നടന്ന സ്ഥലം ബോംബെ. ബോംബെയിൽ നടന്നത് നാവിക കലാപം, ആന്ധ്രാപ്രദേശിൽ നടന്നത് തെലുങ്കാന സമരം, ബംഗാളിൽ നടന്നത് തേ ബാഗ സമരം. ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ബ്രിട്ടീഷുകാർക്ക് നടന്ന ശക്തമായ 3 സമരങ്ങൾ. ദേബാഗ സമരം ബംഗാൾ, തെലുങ്കാന സമരം നടന്നത് ആന്ധ്രാപ്രദേശ്, നാവിക കലാപം ഫേമസ് ആണ് വളരെ, ബോംബെ ആണ് കേട്ടോ. ഓക്കെ, ഇനി നോക്കൂ, സ്വാതന്ത്ര്യത്തിലേക്ക് എന്ന് പറയുന്ന ഈ പാഠത്തിന്റെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ 2ാം ലോക മഹായുദ്ധം ലോകത്താകമാനം സാമ്രാജ്യത്വത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായി. ബ്രിട്ടൻ സാമ്പത്തികമായി ദുർബലമാകുകയും അതുവഴി കോളനികൾ നിലനിർത്താനുള്ള ശേഷി നഷ്ടപ്പെടുകയും ചെയ്തു. ഏഷ്യയിലും ആഫ്രിക്കയിലും സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തിപ്പെട്ടതും ലോകത്തെ വൻ ശക്തിയായി വളർന്നു വന്ന അമേരിക്കയും സോവിയറ്റ് യൂണിയനും കോളനി വാഴ്ചയ്ക്കെതിരായി നിലപാടെടുത്തതും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാൻ ബ്രിട്ടനെ നിർബന്ധിതമാക്കി. ഇന്ത്യയോട് അനുഭവം പുലർത്തിയിരുന്ന ക്ലമൻ ആറ്റ്ലിയുടെ നേതൃത്വത്തിൽ ലേബർ പാർട്ടി ബ്രിട്ടനിൽ അധികാരത്തിൽ വന്നതും സ്വാതന്ത്ര്യ സമ്പാദനം എളുപ്പമാക്കി. എന്നാൽ മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ സർവേന്ത്യ ലീഗ് പാകിസ്ഥാൻ എന്ന പ്രത്യേക രാജ്യം വേണമെന്ന് ആവശ്യപ്പെട്ടു. തുടർന്ന് ഈ പ്രശ്നം പരിഹരിച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാനുള്ള പ്രവർത്തനങ്ങൾക്കായി മൗണ്ട് ബാറ്റൺ പ്രഭുവിനെ ഇന്ത്യയുടെ വൈസ്രോയിയായി നിയമിച്ചു. ഇന്ത്യയെ വിഭജിക്കാതെ അധികാര കൈമാറ്റം സാധ്യമല്ലെന്ന് വാദിച്ച മൗണ്ട് ബാറ്റൺ തയ്യാറാക്കിയ മൗണ്ട് ബാറ്റൺ പദ്ധതി. അതനുസരിച്ച് മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കേണ്ടതാണ്. പഞ്ചാബും ബംഗാളും 2ആയി വിഭജിക്കണം. വടക്കു പടിഞ്ഞാറ് അതിർത്തി സംസ്ഥാനം പാകിസ്ഥാനിൽ ചേർക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഒരു ഹിത പരിശോധന നടത്തുന്നതാണ്. ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണയ കമ്മീഷൻ രൂപീകരിച്ചു. ഓക്കെ, അതായത് ബ്രിട്ടീഷ് രാജ്യത്തിന്റെ സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞു. രാജ്യത്താകമാനം സാമ്രാജ്യത്വം അറിയാലോ, ശക്തികൾ വിജയിച്ചത് ഇറ്റലിയും ജർമ്മനിയും ഒക്കെ ജപ്പാനൊക്കെ തോറ്റു. അങ്ങനെ സാമ്രാജ്യത്തിന് തകർച്ചയ്ക്ക് കാരണമായി. അപ്പോ സാമ്പത്തികമായിട്ട് ബ്രിട്ടൻ തകർന്നു. അതുവഴി കോളനികൾ നേരത്താളെ സാമ്പത്തികമായ ശേഷി അവർക്കില്ല. മാത്രമല്ല ശക്തമായിട്ട് സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തിപ്പെട്ടു, വൻശക്തിയെ വളർന്നു വന്നു. ഒരുപാട് ലോകത്ത് പുതിയ വൻശക്തികളായ സോവിയറ്റ് യൂണിയനും അമേരിക്കയൊക്കെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ നിർബന്ധിതമായി. അപ്പൊ നമ്മൾക്ക് അറിയേണ്ട കാര്യം, ബ്രിട്ടീഷ് അതായത് സ്വാതന്ത്ര്യം നടക്കുമ്പോൾ, നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ അവിടെ പ്രധാന കാരണം അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമൻ ആറ്റ്ലി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ബ്രിട്ടനിലെ പ്രധാനമന്ത്രി ക്ലമൻ ആറ്റ്ലി ആയിരുന്നു. അദ്ദേഹം ഏത് പാർട്ടിയായിരുന്നു? ലേബർ പാർട്ടി നേതാവായ ക്ലമൻ ആറ്റ്ലി. അദ്ദേഹവും ഈ പൊതുവെ ഇന്ത്യയോട് അനുഭവം പുലർത്തിയ വ്യക്തിയായി. പക്ഷെ ഒരു തടസ്സം എന്ന് പറയുന്നത്, പ്രത്യേകമായിട്ട് മുസ്ലിങ്ങൾക്ക് രാജ്യം വേണം എന്ന് വാദിച്ചു. ആര്? മുഹമ്മദ് അലി ജിന്ന. അദ്ദേഹത്തിന്റെ പാർട്ടിയാണ് സർവേന്ത്യ ലീഗ്. അദ്ദേഹം വേണമെന്നാവശ്യപ്പെട്ട രാജ്യത്തിന്റെ പേര് പാകിസ്ഥാൻ. അങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അന്നത്തെ വൈസ്രോയി ആയിരുന്ന പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി മൗണ്ട് ബാറ്റൺ പ്രഭുവിനെ വൈസ്രോയെ നിയമിച്ചു. അദ്ദേഹം ഒരു പദ്ധതി തയ്യാറാക്കി. ആ പദ്ധതിയുടെ പേരാണ് മൗണ്ട് ബാറ്റൺ പദ്ധതി. മൗണ്ട് ബാറ്റൺ പദ്ധതിയുടെ പ്രധാനപ്പെട്ട വിഷയം എന്തായിരുന്നു? ഇന്ത്യ വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയാണ്. മൗണ്ട് ബാറ്റൺ പദ്ധതി. അതനുസരിച്ചുകൊണ്ട്
മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷ പ്രദേശം അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ പ്രത്യേക രാജ്യത്തേക്ക് പോവുക. ഈ മൗണ്ട് ബാറ്റൻ പദ്ധതി പ്രകാരം വിഭജിക്കപ്പെട്ട 2 സ്റ്റേറ്റ്, 2 പ്രവിശ്യ, 2 സംസ്ഥാനങ്ങൾ പഞ്ചാബും ബംഗാളും വിഭജിക്കപ്പെട്ടു. ഓക്കെ, അതുപോലെ അപ്പോ മൗണ്ട് ബാറ്റൻ പദ്ധതി ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി നിർണയ കമ്മീഷൻ ഇന്ത്യ പാകിസ്ഥാൻ വിഭജിക്കാതെ സാധ്യമല്ല എന്ന് പ്രഖ്യാപിച്ച പദ്ധതിയാണ് മൗണ്ട് ബാറ്റൻ പദ്ധതി. അത് രൂപീകരിച്ചത്, അതിന്റെ ലീഡർഷിപ്പ് മൗണ്ട് ബാറ്റൻ, അദ്ദേഹം ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്നു എന്നിട്ടാ. നോക്കൂ, ചേർത്ത് പറയേണ്ട കാര്യം കോളത്ത് പറഞ്ഞ കണ്ടോ, ദുരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർത്തിരുന്ന നേതാവാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് അതിർത്തി പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ അദ്ദേഹത്തെ ഇന്ത്യയുടെ വിഭജനം ദുഃഖിപ്പിച്ചു. ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി നിലകൊണ്ട അദ്ദേഹം അതിർത്തി ഗാന്ധി, അപ്പോൾ ഏറ്റവും അറിയുന്ന കാര്യമാണ് അതിർത്തി ഗാന്ധി അറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അദ്ദേഹത്തിന് പിന്നീട് ഭാരതരത്നം, ഇന്ത്യയുടെ ഏറ്റവും വലിയ ബഹുമതി ഏതാണ്? അത് കൊടുത്ത് ചോദിക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും. ഇന്ത്യയുടെ ഏറ്റവും വലിയ ബഹുമതിയാണ് ഭാരതരത്നം അവാർഡ്. അത് നൽകി, ആർക്ക് നൽകി? അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അദ്ദേഹം ഈ ദുരാഷ്ട്രവാദം, മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രത്യേക രാജ്യം രൂപീകരിക്കുക തുടങ്ങിയ കാര്യങ്ങളെ ശക്തമായിട്ട് എതിർത്ത നേതാവായിരുന്നു ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അദ്ദേഹത്തെ അറിയപ്പെടുന്ന എല്ലാവർക്കും അറിയാം അതിർത്തി ഗാന്ധി എന്നായിരുന്നു. ഓക്കെ, കോൺഗ്രസും സർവേന്ത്യ ലീഗും ഈ പദ്ധതി, മൗണ്ട് ബാറ്റൻ പദ്ധതി അംഗീകരിച്ചത് കോൺഗ്രസും സർവേന്ത്യ ലീഗാണ്. അന്ന് സർവേന്ത്യ ലീഗ് എന്നാണ് അറിയപ്പെടുന്നത്. നേതാവാരാണ്? മുഹമ്മദ് അലി ജിന്നയാണ്. അവർ അംഗീകരിച്ചു. എന്നാൽ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനെ പോലുള്ള ദേശീയവാദികൾ ഈ നിയമത്തെ എതിർത്തു. അങ്ങനെ 1947 ജൂലൈയിൽ ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസാക്കി. ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ 2 സ്വതന്ത്ര രാജ്യങ്ങൾ നിലവിൽ വന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റു ചുമതലയേറ്റു. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഭാഗത്തേക്ക് എത്തുമ്പോൾ ഈ മൗണ്ട് ബാറ്റൻ പദ്ധതി അവരെതിർത്തു. പക്ഷെ നമ്മുടെ സർവേന്ത്യ ലീഗും കോൺഗ്രസ് ഒക്കെ അനുകൂലിച്ചു. പക്ഷെ നമ്മുടെ ഇവര് പോലുള്ള, അതായത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാനെ പോലുള്ള ദേശീയവാദി എതിർത്തു. പക്ഷെ ആ എതിർപ്പിന് ഫലം കണ്ടില്ല. 1947 ജൂലൈയിൽ ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസാക്കി. ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസാക്കിയത് 1947 ജൂലൈയിൽ. അതുപോലെ തന്നെ തുടർന്ന് നിലവിൽ വന്ന 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമപ്രകാരം നിലവിൽ വന്ന 2 സ്വതന്ത്ര രാജ്യങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും. ഓക്കെ, ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയെ ചുമതലയേറ്റു. അപ്പോൾ നമ്മൾ ഈ ഭാഗത്തില് സമരവും സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പോയിന്റുകളാണ് പറഞ്ഞത്. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ, അതുപോലെ തന്നെ ഗാന്ധിജി ആദ്യമായിട്ട് നടത്തിയ പ്രക്ഷോഭം നീലം സമരം ആയിരുന്നു. നീലം കർഷകരുടെ സമരമാണ്. നീലം കർഷകരുടെ സമരത്തിൽ നീലം കർഷക സമരം ബീഹാറിലെ ചമ്പാരനിലാണ്. ഗാന്ധി നടത്തിയ സത്യാഗ്രഹ സമരമാണ് നീലം കർഷകരുടെ സമരം. ഗാന്ധി പങ്കെടുത്ത ആദ്യ ദേശീയ സമരം, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ആദ്യ സമരം ഗുജറാത്തിലെ ഖേഡയിലെ കർഷക സമരമാണ്. 1918 ഗാന്ധി ആദ്യമായിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരം പങ്കെടുത്തത്. മറ്റേത് പ്രാദേശിക സമരം മാത്രമായിരുന്നു. അവിടുത്തെ 1918 അഹമ്മദാബാദിലെ തുണിമിൽ സമരം, 1917 നീലം കർഷകർ സമരം ആദ്യം പങ്കെടുത്ത സമരം. അതേപോലെ ബ്രിട്ടീഷ് സർക്കാരിനെതിരെയുള്ള സമരം നടത്തിയത് ഖേഡയിലെ കർഷക സമരമാണ്. കാരണം ചമ്പാരനിലെ നീലം കർഷകർ സമരം എന്ന് പറയുന്നത് ആദ്യത്തെ സമരമാണെങ്കിലും അത് ജന്മിമാർക്കെതിരായിരുന്നു അല്ലെ. ഓക്കെ, പിന്നെ ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഗാന്ധിജി ദേശീയ സമരത്തിലേക്ക് നയിച്ച ഗാന്ധി നയിച്ച ആദ്യത്തെ ദേശീയ സമരം എന്ന് പറയുന്നത് റൗലറ്റ് നിയമത്തിനെതിരെയുള്ള സമരമാണ്. മറ്റേ ചമ്പാരനിലും ഖേഡയും അഹമ്മദാബാദും ഒക്കെ പ്രാദേശികം മാത്രമായിരുന്നു. ഗാന്ധിജി നയിച്ച ദേശീയ സമരം എന്ന് പറയുന്നത്
റൗലറ്റ് ആക്ടിനെതിരെ നടന്ന സമരമാണ്. അതുപോലെ ചേർത്ത് പറയേണ്ടത് ഗാന്ധിയോട് ബന്ധപ്പെട്ട് ഗാന്ധി എന്ന് പറഞ്ഞ സിനിമ അല്ലെ, ഗാന്ധി സിനിമയുടെ സംവിധായകന്റെ പേര് റിച്ചാർഡ് ആറ്റൻ ബറോ എന്നാണ്. അതില് 8 ഓസ്കാർ അവാർഡ് നേടിയാണ്. ആ ഗാന്ധി സിനിമയിലൂടെ ഒരു ഇന്ത്യക്കാരിക്കാണ് ഭാനു അത്തയ്യ എന്ന് പറയുന്ന ഇന്ത്യക്കാരിക്ക് വേഷാലങ്കാരത്തിനുള്ള ഓസ്കാർ അവാർഡും കിട്ടി. ഓസ്കാർ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരിയാണ് ഭാനു അത്തയ്യ. സിനിമ ഗാന്ധിയാണ്, സംവിധാനം റിച്ചാർഡ് ആറ്റൻബറോ. അതുപോലെ തന്നെ ശ്യാം ബനഗലിന്റെ മറ്റൊരു സിനിമയാണ് ഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മേക്കിംഗ് ഓഫ് മഹാത്മ എന്നാണ് സിനിമയുടെ പേര്. പിന്നെ റൗലറ്റ് ആക്ട് പറഞ്ഞു, ആദ്യം പങ്കെടുത്താണ്. ഈ റൗലറ്റ് ആക്ടിനെതിരെ പ്രതിഷേധിക്കാൻ റൗലറ്റ് ആക്ടിൽ പങ്കെടുത്തുകൊണ്ട് സൈഫുദ്ദീൻ കിച്ചുൽ, സത്യപാൽ എന്നിവരെ അറസ്റ്റ് ചെയ്ത് പ്രതിഷേധിച്ചുകൊണ്ടാണ് 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾ പ്രതിഷേധിച്ചു. ആ ജാലിയൻ വാലാബാഗിൽ പ്രതിഷേധിച്ചപ്പോഴാണ് പട്ടാള മേധാവിയായ ജനറൽ ഡയർ, പട്ടാള മേധാവിയുടെ പേര് ജനറൽ ഡയർ, അദ്ദേഹമാണ് യാതൊരു മുന്നറിയിപ്പില്ലാതെ ജാലിയൻ വാലാബാഗിലെ നിരായുധരായ ജനങ്ങൾക്ക് നേരെ വെടിയുതിർത്തത്. ജാലിയൻ വാലാബാഗ് നടന്ന വർഷം 1919 ഏപ്രിൽ 13. ആ വെടിവെച്ച പട്ടാള മേധാവിയുടെ പേര് ജനറൽ ഡയർ എന്നായിരുന്നു കേട്ടോ. ഓക്കെ, പിന്നെ ബ്രിട്ടീഷ് സർക്കാരിന്റെ അടിത്തറ ഇളക്കി എന്ന് ഗാന്ധിജി പ്രസ്താവിച്ച സംഭവം, ബ്രിട്ടീഷ് സർക്കാരിന്റെ അടിത്തറ ഇളക്കി എന്ന് ഗാന്ധിജി പ്രസ്താവിച്ച സംഭവം എന്ന് പറയുന്നത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ്. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കീഴിൽ ഗാന്ധിജി ആരംഭിച്ച ആദ്യ ദേശീയ പ്രക്ഷോഭം, നേരത്തെ പറഞ്ഞ റൗലറ്റ് ആക്ട് ഗാന്ധി ആരംഭിച്ച ദേശീയ പ്രക്ഷോഭമാണ് ബ്രിട്ടീഷ് സർക്കാരിനെതിരെ. പക്ഷെ അത് കോൺഗ്രസിന്റെ കീഴിലല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കീഴിൽ പലവട്ടം പറഞ്ഞു. ഗാന്ധിജി ആരംഭിച്ച ആദ്യത്തെ ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ സമരം. ഓക്കെ, നിസ്സഹകരണ സമരമാണ്, അതുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നു. പിന്നെ ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്ന മറ്റു കാര്യങ്ങൾ, നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാനുള്ള കാരണം ഉത്തർപ്രദേശിലെ ചൗരി ചൗരി ഗ്രാമത്തിൽ നടന്ന കൂട്ടക്കൊലയല്ല, ചൗരി ചൗര ഗ്രാമത്തിൽ രോഷാകുലരുടെ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് ചൗരി ചൗര നടന്നത്, ആ സംഭവം നടക്കുന്നത് ഉത്തർപ്രദേശിലാണ്. ആ ചൗരി ചൗര സംഭവം കാരണമാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തലാക്കാൻ തീരുമാനിച്ചത്. അതിന് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ ഖിലാഫത്ത് പ്രസ്ഥാനം ചേർത്ത് പറയുന്നുണ്ട്. ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവായിരുന്നു ആര്? തുർക്കിയിലെ ഖലീഫ. തുർക്കിയിലെ ഖലീഫയുടെ അധികാരം പരിമിതപ്പെടുത്തിയിട്ടാണ് ഈ ഖിലാഫത്ത് പ്രസ്ഥാനം വന്നത്. ഖിലാഫത്ത് പ്രസ്ഥാനത്തില് ഇതിന്റെ നേതാക്കന്മാർ അലി സഹോദരന്മാർ ആരൊക്കെയാണ്? അലി സഹോദരന്മാർ മുഹമ്മദ് ജിന്നയല്ല, മൗലാന മുഹമ്മദ് അലി, അതുപോലെ തന്നെ മൗലാന ഷൗക്കത്ത് അലി. മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി എന്നിവരാണ് അലി സഹോദരന്മാർ അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരായിരുന്നു മുഹമ്മദ് അലി ജിന്ന, മുഹമ്മദ് ജിന്ന എന്ന് പറയണല്ലേ, മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. ക്ലിയർ ആയി വിചാരിക്കുന്നു കുട്ടികൾക്കൊക്കെ. അപ്പോൾ ശരിക്കും ഓരോ പോയിന്റും കറക്റ്റ് നോക്കുക കേട്ടോ. ഓക്കെ, ശരി, ബൈ, ഓൾ ദ ബെസ്റ്റ്.